നമസ്കാരം. ഞാൻ അറിഞ്ഞൂട്ടോ, കേട്ടപ്പോ ഉള്ളു നിറഞ്ഞു. താൻ ഭാഗ്യം ചെയ്തവനാടോ. ഇരുത്തിയാ മാത്രം പോരാ. എന്താ നാട്ടിലെ നിലയ സ്ഥാനവും ഒക്കെ ഒറ്റടിക്കല്ലേ അങ്ങോട്ട് ഉയർന്നത്. നിസ്സാര കാര്യമാണോ വീട്ടിലൊരു കളക്ടർ വരാന്ന് വെച്ചാ? പണിക്കർക്ക് ചായയും പലഹാരം എന്താ വെച്ചാ എടുക്കുക. സന്തോഷ വർത്താനം കേട്ടു വരണ വരവാ. ഇപ്പൊ വരാം. എന്താ എന്താ വിശേഷിച്ച്? നമ്മുടെ രാഖിമോൾക്ക് വന്ന കല്യാണാലോചനയില്ലേ നമ്മുടെ കുന്നുമേലെ ആ കളക്ടറുടെ ആ കാര്യം അറിഞ്ഞുള്ള വരവാ. അപ്പൊ ഇനി അത് നടക്കലുണ്ടാവില്ല. കൊട്ടി കുറച്ചപ്പോ സമാധാനായല്ലോ. വീട്ടിലൊരു കളക്ടർ ഉണ്ടായ സന്തോഷമൊന്നും കാണാനില്ലല്ലോ. അതിപ്പോ ഒരാലോചന വന്നിട്ടല്ലേ ഉള്ളൂ. ഒന്നിങ്ങോട്ട് വരുമ്പോഴേക്കും കൊട്ടി കുഴിച്ചോളൂ. ആലോചന വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നാട്ടില് പാട്ടാക്കി. എന്താമ്മേ അഗ്നിപർവ്വതം പോകേണ്ടല്ലോ. ദേ പെണ്ണെ, എന്റെ വായത്ര നല്ലതല്ല. പൊയ്ക്കോ പോ. അത് സത്യ. പൊടി. നിനക്ക് വന്ന കളക്ടറുടെ ആലോചന പെണ്ണിനെ വന്ന് കണ്ടിട്ടുമില്ല, ഉറച്ചിട്ടുമില്ല. നമ്മുടെ നായരത് നാട്ടിൽ പാട്ടാക്കി. ദേഷ്യം വരാണ്ടിരിക്കോ? ആര് പറഞ്ഞു ആലോചിക്കാൻ? എന്റെ അടുത്ത് വന്നാല് കളക്ടർ അല്ല മുഖ്യമന്ത്രി ആയാലും മുഖത്താട്ടും ഞാൻ. പിന്നെ ആട്ടും. ഇത്രയും കാലം നിന്നെ വളർത്തിക്കൊണ്ട് വന്നതേ കണ്ടവർക്ക് കെട്ടിച്ചെടുക്കാനല്ല. നിന്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് പിടികിട്ടി. അത് അവിടെ തന്നെ വെച്ചോളൂ. അച്ഛനെങ്ങാനും അറിഞ്ഞാലേ കൊന്നു കുഴിച്ചുമൂടും നിന്നെ. കാണാം. ഇനി ഭാസ്കരേട്ടൻ ഒരു വലസും ഇത്തിരി മുന്തിയറാക്കണെന്നാ കേട്ടത്. മുന്തിയതല്ലടോ, ഏറ്റവും മുന്തിയതാ. ഫസ്റ്റ് റാങ്കാ. നമ്മുടെ നാട്ടിൽ അധികം ആർക്കും കിട്ടിയിട്ടില്ലേ. പത്രത്തിന്റെ മുഖം തന്നെ ഇന്നാ വാർത്തയല്ലേ. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആഹാ, അപ്പൊ അറിഞ്ഞില്ലേ? കോളടിച്ച് ഇന്നത്തെ പത്രം നാളൊക്കെ എന്റെ ഫ്രീ. റസിക് IAS ഫസ്റ്റ് റാങ്ക്. അതിന് നീ എന്താ അത്ര നിഗളിക്കാൻ? അതില്ലാണ്ടിരിക്കോ? ഇവന്റെ ആകെയുള്ള സമ്പാദ്യമായ ആ ഓട്ടോ വിറ്റിട്ടല്ലേ തന്റെ മരുമകനെ IAS എഴുതാൻ പറഞ്ഞു വിട്ടത്. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? എല്ലാത്തിനും ബലം ഉണ്ടായല്ലോ. ഇനി ചത്താലും വേണ്ടില്ല. റഷി നോക്കട്ടെ. എന്താ നമ്മുടെ ഋഷിയേട്ടന് ഫസ്റ്റ് റാങ്ക് കിട്ടിയമ്മേ. അതെയോ? ഋഷിയേട്ടാ, ഋഷിയേട്ടാ ഒന്ന് എണീറ്റേ. ഇത് നോക്ക്. എണീക്ക്. എണീറ്റ് ഇതൊന്ന് നോക്കിയേ. എന്താടി ഇത് നോക്ക്. ഋഷിയേട്ടന് ഫസ്റ്റ് റാങ്ക്. സിലോണിൽ വെച്ച് എന്റെ നേർവങ്ങളും അളിയനും മരിച്ചപ്പോ 5 വയസ്സായ അവനെയും മിണ്ടാപ്രാണിയായ ആ പെൺകുട്ടിയെയും ഇവിടെ കൊണ്ടുവന്ന് വളർത്തി പഠിപ്പിച്ചത് നിന്റെ ഓട്ടോ വിറ്റ് കിട്ടിയ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ. എഴുതി കിട്ടുമെന്ന് അമ്മാവെ പോലെ തന്നെ ഞാനും വിചാരിച്ചിരുന്നല്ല. എന്നെ അനുഗ്രഹിക്കണം. നീ എന്റെ മരുമകനല്ലേ, നന്നാവാണ്ട് എവിടെ പോവാനാ? നന്ദിയുണ്ടടാ. എങ്ങടാ രണ്ടാളും കൂടി? അമ്മുപറമ്പിലും മാടായിക്കാവിലും തിരിവെക്കാന്ന് ഞാൻ നേർന്നിരുന്നതാ. നോക്കിക്കോ, കാവിലിന് 1000 തിരി കത്തും. കൊടികുത്തി വാണിരുന്ന വനം മാഫിയയിൽ നിന്ന് അവർ അനധികൃതമായി കൈവശം വെച്ചിരുന്ന 400 ഹെക്ടർ കൃഷിഭൂമി ആദിവാസി കർഷക സഹകരണ സംഘത്തിന് സർക്കാർ പിടിച്ചു നൽകിയപ്പോ ജലസ്രോതസ് അടച്ച് കനാലുകൾ തൂത്ത് വനം മാഫിയ വെള്ളം നിഷേധിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇന്ന് കിലോമീറ്ററുകളോളം പൈപ്പിട്ട് സർക്കാരിന്റെ സഹായത്തോടെ നിർമ്മിച്ച ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സബ് കളക്ടർ ശ്രീ ഋഷികേഷ് അവർ നിർവഹിക്കുന്നു. ഭൂമിയും കാടും ജലവും കൈയടക്കി വെച്ചിരുന്ന വനം മാഫിയയുടെ കുത്തക മുതലാളിമാരുടെ നേരെ ആദിവാസികൾ നേടിയ ഐതിഹാസികമായ ഈ വിജയം ആഘോഷിക്കുവാൻ എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഉദ്ഘാടന പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ആദിവാസി സമൂഹം നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ അനന്തരഫലമായി ലഭിച്ച കൃഷിഭൂമിയുടെ പട്ടയ വിതരണത്തിനും ജലസേചന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനും നമ്മുടെ ബഹുമാനപ്പെട്ട പുതിയ സബ് കളക്ടർ ശ്രീ ഋഷികേഷിനെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടത്, പ്രസംഗത്തിലല്ല പ്രവൃത്തിയിലാണ് മനുഷ്യന്റെ മഹത്വം ഉൾക്കൊള്ളുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ നടക്കുന്ന പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് ഈ പൂഞ്ചോല സെറ്റിൽമെന്റ് കോളനിയിലെ കാടിന്റെയും മണ്ണിന്റെയും യഥാർത്ഥ അവകാശികളായ ആദിവാസി സഹോദരങ്ങൾക്ക് കൃഷിഭൂമിയുടെ പട്ടയ വിതരണത്തിന്റെയും ശുദ്ധജല വിതരണത്തിന്റെയും ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഞാൻ നിർവഹിക്കുകയാണ്. പിറന്ന മണ്ണിൽ കുളിരുന്നു കാരികളെ, പിറന്ന മണ്ണിൽ കുളിരുന്നു കാരികളെ, അഴകലയായി ഞങ്ങളുടെ അകം പൊരുളായി, അഴകലയായി ഞങ്ങളുടെ അകം പൊരുളായി, ഒഴുകി ഒഴുകി ഇതിലെ തലവും മനവും കഴുകി വരൂ. പിറന്ന മണ്ണിൽ കുളിരുന്നു കാരികളെ, മണ്ണിൽ നിന്നു വിണ്ണിലേക്ക് മേലോട്ടൊരു മാരി, താളം തുള്ളടി പെണ്ണാളെ, അവർ പൂത്ത പെണ്ണാളെ, ആടും മയിലേ ആടും കുയിലേ, ആടും മയിലേ ആടും കുയിലേ, പെണ്ണിൻ കല്യാണത്തിന് നാളം മേളം കേട്ടല്ലോ. പിറന്ന മണ്ണിന് കുളിരുകോരണ വിരുന്നു കാരികളെ, താനുലമാടി തില്ലാന പാടണ തണ്ണീർ തുള്ളികളെ, കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് നീളുന്നുണ്ടൊരു മിന്നൽ, ഉള്ളം തുടിക്കണ പെണ്ണാളെ, കള്ളക്കണ്ണറിയണ പെണ്ണാളെ, കുഞ്ഞിൻ ചെരുവിലെ മേയും മോകിലേ, താരിമംഗലമായല്ലോ നിന്നും പൊന്നും കണ്ടല്ലോ. പിറന്ന മണ്ണിന് കുളിരുകോരണ വിരുന്നു കാരികളെ, താലോലമാടി തില്ലാന പാടണ തണ്ണീർ തുള്ളികളെ, അഴകലയായി ഞങ്ങളുടെ അകം പൊരുളായി, അഴകലയായി ഞങ്ങളുടെ അകം പൊരുളായി, ഒഴുകി ഒഴുകി ഇതിലെ തലവും മനവും കഴുകി വരൂ. പിറന്ന മണ്ണിന് കുളിരുകോരണ വിരുന്നു കാരികളെ, താലോലമാടി തില്ലാന പാടണ തണ്ണീർ തുള്ളികളെ.
എന്താ ഇത്ര വൈകിയേ? ഇങ്ങനെ ഓടി നടന്നു. എപ്പോ പോയതാ നീ? വഴിയിലുടനീളം അടിപിടി ലഹള. കല്യാണം കഴിക്കാൻ പോണ പെണ്ണാ നീ. അവള് കളിക്കട്ടെ ദേവകി. ഇനി എന്താ, കുറച്ച് നാളുകൂടിയല്ലേ ഉള്ളൂ ഈ കളിയൊക്കെ. ആര് പറഞ്ഞു? നിങ്ങൾ ഇതുവരെയെങ്കിലും ഋഷിയോട് ഈ കാര്യം പറഞ്ഞു? അതിന് അവനെ ഒന്ന് കൈ ഒഴിഞ്ഞു കിട്ടണ്ടേ. ഇന്ന് രാവിലെ എന്നെ ഫോൺ ചെയ്തപ്പോ നാളെ ഉച്ച തിരിഞ്ഞ് ആഫീസിലുണ്ടാവുന്നാ പറഞ്ഞേ. ഒന്ന് പറയില്ലേ വേണ്ടു. നീ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കല്ലേ, ദിവസം ഉണ്ടല്ലോ. ഇറ്റ്സ് എ ടഫ് നോട്ട്സ്. നാട്ടുകാരിതിനെ ഊരാക്കുടുക്കെന്ന് പറയും. ഒരു ദിവസം വാദ്യഘോഷവും നിറഞ്ഞ സദസ്സും അംഗീകാരവും, ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ശകാരവും സംഘർഷവും. സച്ച് ആർ അവർ ഡേയ്സ്. 6 വർഷം തൊട്ട് 16 വർഷം വരെ പഴക്കമുള്ള പെൻഡിംഗ് ഫയലുകളായിരുന്നു. ക്വൈറ്റ് എ ജെയിൻ ടാസ്ക്. ഓൾ ആർ റവന്യൂ റിക്കവറി കേസസ്. ജപ്തിയല്ലാതെ വേറൊരു മാർഗവുമില്ലാത്ത കേസുകൾ. അനുമോദനങ്ങൾ കിട്ടില്ല, മാറിയിട്ട് സ്വീകരിക്കത്തുമില്ല. മറിച്ച് പത്രത്തിൽ നെഗറ്റീവ് റിപ്പോർട്ടും വന്നേക്കാം. ബട്ട് യു ക്യാൻ പ്രൂവ് യുവർ കാലിബർ. സകലനും താപ്പാനുകളാ. യുനോ, മൊത്തം 25 കോടി രൂപ റിക്കവർ ചെയ്യാനുണ്ട്. അതും 20 പേരിൽ നിന്ന്. ഗുണ്ടായിസം, മാഫിയ തുടങ്ങിയ ബാക്ക്ഡ്രോപ്സ് ഉള്ളവർ, റിക്കവറി നടക്കാതിരിക്കാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവർ. അതിലൊരു 30 lakhs കേസുണ്ട്. സ്റ്റാർട്ട് ഓഫ് വിത്ത് ദാറ്റ്. അവിടെ നാട്ടുകാരാണ് പ്രശ്നം. ഇവിടെ മുമ്പിരുന്ന പലരും പത്തിമുടക്കിയതാ. ഇറ്റ്സ് എ ചാൻസ് ടു പ്രൂവ് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് ഗഡ്സ്. ഡു ഇറ്റ് വിത്ത് ആൻ അയൺ ഹാൻഡ്സ്. ഇന്ന് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. I'll do my level best. Then best wishes, Mr. Rishikesh. Thank you, sir. മിസ്റ്റർ കേശവമേനോൻ, മിസ്റ്റർ മേനോൻ, നിക്കവിടെ. സത്യോ സാറേ, ഇത് ഏത് കോപ്പിൽ നിയമാ? കാര്യം പറയാൻ ഇവിടെ ആർക്കും അധികാരമുണ്ട്. ഞങ്ങൾ തടുക്കാനും പിടിക്കാനും ഒന്നും വന്നല്ല. ഈ കേശവന് ഞങ്ങളുടെ ദൈവ. മേനോ സർക്കാർ 50 ലക്ഷം കൊടുക്കാണ്ടെങ്കിലേ സർക്കാർ മേനോന് 5 കോടി രൂപ കൊടുക്കാണ്ട്. കടക്കാൻ പറഞ്ഞുതരാം, കൂട്ടിക്കോ. ഈ നാടിന്റെ മുഖം മാറ്റിയത് എല്ലാം മേനോന്റെ സ്വത്താ. സ്കൂളിന് 2.5 ഏക്കർ, കളിസ്ഥലത്തിന് 3, താലൂക്ക് ആശുപത്രിക്ക് 2.5, പാർക്കിനും കമ്മ്യൂണിറ്റി ഹാളിനും 5 തികച്ച്. പിന്നെ വലിയ പോലീസ് ഏമന്മാര് ചീട്ട് കളിച്ചും കള്ളുകുടിച്ചും വേണ്ടാതീനം കാണിച്ച് രസിക്കണ ഗസ്റ്റ് ഹൗസിനും PWD ആഫീസിനും പോലീസ് സ്റ്റേഷനും ഒക്കെ കൂടി പൊന്നു പോലത്തെ 1.5 ഏക്കർ. ഈ പാവം ഒന്ന് തളർന്നപ്പോ ടാക്സും സൂപ്പർ ടാക്സും ലോണും പലിശയും അവന്റെ ഒക്കെ തലേ തോന്നിയ കൂട്ടുപലിശയും ചേർത്ത് 10-50 ആക്കി പെരുപ്പിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമായിരിക്കാം, പക്ഷെ ഇതൊന്നും പറയേണ്ടത് എന്നോടല്ല. ന്യായം പറയാൻ എനിക്ക് മേലെ കളക്ടറും ചീഫ് സെക്രട്ടറിയും മന്ത്രിമാരും കോടതിയൊക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ പോയി പരാതി കൊടുക്കണം. മാറ്റിയെടുത്തോ. മാറടോ, മാറ്. വിളിച്ചിട്ട് തുറക്കുമല്ലോ സാർ. മിസ്റ്റർ കേശവമേനോൻ, കതവ് തുറക്കണം. കതവ് തുറക്കാൻ. സണ്ണി, നോട്ടീസ് വായിച്ചോളൂ. എന്നിട്ടെന്താ, ജപ്തി നോട്ടീസും പതിച്ചു. തടയലും കയ്യാങ്കളിയും അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. എന്റെ ഈശ്വര, ഇക്കണ്ട പഠിപ്പൊക്കെ പഠിച്ച് കളക്ടർ ഉദ്യോഗം നേടിയത് നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കാനും തല്ലുകൊള്ളാനുവാ. എന്റെ അമ്മായി, ഇതൊക്കെ തന്നെയായി കളക്ടർ ഉദ്യോഗം. സീനിയർക്ക് റിപ്പോർട്ട് ചെയ്യണം. വരുന്ന വഴിക്ക് കണ്ടിട്ട് പോവാന്ന് കരുതി കേറിയതാ. വരട്ടെ, ഇറങ്ങട്ടെ മോളെ. അതെ, പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഒന്നുകിൽ ഇവിടെ താമസിക്കാല്ലോ ഞങ്ങളിവിടെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവാം. ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോയാ ആ മറ്റേ കളക്ടർ വരുമ്പോ അമ്മാവൻ എന്ത് ചെയ്യും? ഏത് കളക്ടർ? ദേ, എനിക്കെല്ലാം മനസ്സിലാവണുണ്ട്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. പിന്നെ മോനെ, ആ ആലോചന നടക്കില്ല. അയാൾക്ക് PG കംപ്ലീറ്റ് ചെയ്യാത്ത ഇവളെ വേണ്ടെന്ന്. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലൊരു കളക്ടർ ഉള്ളപ്പോ നീ ഇവളെ വേദനിപ്പിക്കരുത്. മിണ്ടാൻ കഴിയാത്ത ഗംഗയ്ക്കില്ലാത്ത എന്ത് ടെൻഷനാ അവക്ക്, അല്ലേ മോളെ? അല്ലെങ്കിലും കൂടപ്പുറപ്പിനോട് സ്നേഹമുള്ളൂ. സാഡിസ്റ്റ്. ഭാരിച്ച കാര്യം തിരക്കാണ്ട് നീ പോയി വല്ലതും പഠിക്കാൻ നോക്ക്. PG കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലേ അടുത്ത കളക്ടറുടെ ആലോചന മുടങ്ങിപ്പോവും. അപ്പോ ഇറങ്ങട്ടെ. അമ്മാമ്മ വരുമ്പോ ഞാൻ വന്നിരുന്നു പറയും.
കഴിഞ്ഞ 2 മാസമായിട്ട് സെക്രട്ടേറിയറ്റ് തുടങ്ങിയതായി ചവിട്ടിക്കളി. അവിടുത്തെ 56 സെക്ഷൻ ചവിട്ടിക്കളിച്ച് ഇവിടെ എത്തി. ഇനി ഇദ്ദേഹം എപ്പോഴാണോ വരിക? ഇത് സ്ഥലം സെക്രട്ടേറിയറ്റ് ഒന്നും അല്ല കാരണവരെ. ഇവിടെ തട്ടിക്കളി മുട്ടിക്കളി ഒന്നുമില്ല. പറ്റുന്നതാന്ന് വെച്ചാൽ കൈയോടെ ചെയ്തു തരും. ഈ സബ് കളക്ടർ ഋഷികേശ് ആരാന്നറിയോ? മുല്ലക്കൽ ഭാസ്കരൻ നായരുടെ മരുമകനാ. അതാരാണാവോ മുല്ലക്കൽ ഭാസ്കരൻ നായർ? നീ ഒന്നും ജനിച്ചിട്ടില്ലാത്ത കാലത്ത് തന്നെ നാട്ടുകാർ ആരോട് ചോദിച്ചാലും അറിയാം, ഞങ്ങൾ സ്ഥാനി നായന്മാരാ. ഞാനാ മുല്ലക്കൽ ഭാസ്കരൻ നായർ. തറവാടിത്തുള്ളവർക്ക് അറിയാം. മരുമോൻ കളക്ടർക്കും കിട്ടിയിട്ടുണ്ട് ഈ ധാഷ്ട്യം. മാറിക്കോളും. വരുമോ മാവ? ഒന്ന് വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? വിശേഷിച്ച് എന്തെങ്കിലും? ഫോൺ വിളിച്ചാൽ നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? അമ്മാമ ഇരിക്കും. എത്ര പെട്ടെന്നാ നിനക്ക് ശത്രുക്കൾ ഉണ്ടായേ? ജപ്തി നടപടികളാ പ്രശ്നം. നിനക്കത് വേണ്ടെന്ന് വെച്ചൂടെ? അതിപ്പോ ജോലി തൂക്കിക്കൊല്ലാണെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ വേണ്ടാന്ന് വെക്ക, അത്രേ കഴിയൂ. വേണ്ടെന്ന് വെക്കേ, പറയണവര് പോയി തുലയട്ടെ. ഇതൊക്കെ ഒരു സുഹൃതല്ലേ? ദേ, ഇന്ന് തന്നെ എത്ര പ്രമാണിമാരാ നേരം വെളുത്തപ്പോഴേ വീട്ടുപിടിക്കൽ കാവല്. ആ മാമ്പറ്റ കേശവമേനോൻ പോലും വന്നിരുന്നു. ആയ കാലത്ത് മാമ്പറ്റ മുറ്റത്ത് കയറാൻ നമുക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല. ഞാൻ നിന്നോടൊന്ന് പറയണം പോലും, ജപ്തി നീട്ടിക്കിട്ടാൻ. നിവൃത്തിയില്ലാണ്ടത്രേ. അതൊന്ന്. ഹലോ, ആ ഫയൽസ് ഒക്കെ വേഗം കൊണ്ടുവരൂ. അതെ, സബ് കളക്ടർ ഋഷികേശ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ. നാളെയാണ് ജപ്തി. നോ, അതെ ആയിരിക്കാം. സോറി. അതിന് നോ റെക്കമെൻഡേഷൻ. നിങ്ങൾ എത്ര കേമനായാലും എനിക്കൊരു പ്രശ്നമില്ല. എവറിത്തിങ് വിൽ ഫ്ലോ ത്രൂ പ്രോപ്പർ ചാനൽ. എന്തോ ഭീഷണിപ്പെടുത്തുവാണോ? തല്ലാനും കൊല്ലാനും തനിക്കെന്താ സ്പെഷ്യൽ ലൈസൻസ് ഉണ്ടോ? നിർത്തറോ. തന്റെയൊക്കെ റെക്കമെൻഡേഷനും കേട്ട് കൈക്കൂലി വാങ്ങിയിരിക്കാനല്ല എന്നെ ഇവിടെ സബ് കളക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത്. നോൺസെൻസ്. അതെ, അങ്ങനെ വേണം. പിന്നെ സത്യത്തിൽ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എനിക്കൊരു പൊറുപ്പും തരണില്ല. നീ ഇവിടെ ഒറ്റയ്ക്കാന്നാ, അതാ പ്രശ്നം. ഒറ്റയ്ക്കല്ലാന്ന് പറഞ്ഞോളൂ, എല്ലാ കാര്യത്തിനും ആളുണ്ട്. എന്നാലും അതല്ലല്ലോ. 1-2 ആലോചനകൾ വന്നിരുന്നു, ഒന്നും കൊള്ളില്ല. കണ്ട അണ്ടനും അടകോടനും നമ്മളായിട്ട് ചേരില്ലാലോ. എന്തായാലും ഇനി വൈകുന്നില്ല. പൊരുത്തം ചേർന്ന് വന്നാ ഞാനത് അങ്ങോട്ട് തീരുമാനിക്കും. നീ ഒന്നും അറിയണ്ട, ഒക്കെ ഈ അമ്മാവൻ നോക്കിയോളാം. എന്താ? സമയാവട്ടെ. പിന്നെ പ്രമാണിമാര് പലരും വരും. അവരുടെ കാര്യം നോക്കാൻ നിന്നാ അമ്മാവിന് സ്വന്തം കാര്യം നോക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ ആരേലും വന്നാൽ മുഖത്താട്ടും ഞാൻ. അപ്പോ ഇറങ്ങണു. നിൽക്കൂ, ഞാൻ വണ്ടി ഏർപ്പാടാക്കാം. നീ കളക്ടറായി എന്ന് വെച്ച് അമ്മാമയ്ക്ക് എന്താ മാറ്റം? ഇഷ്ടം പോലെ ബസ്സുണ്ട്, നടക്കാൻ ആരോഗ്യമുണ്ട്. പിന്നെ രാഖിമോള് പ്രത്യേകം അന്വേഷിച്ചു. നീ തീരെ വിളിക്കണില്ല എന്നാ പരാതി. അവൾക്ക് വരണ ആലോചനകളൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. കുട്ടികളുടെ മനസ്സിലിരിപ്പ് എന്തൊക്കെയാന്ന് ആർക്കറിയാം. നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അമ്മായിയും പറയണ കേട്ടു. ഓരോരുത്തർക്കും ഓരോന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പ ഇറങ്ങണു. ഞാൻ മാമ്പറ്റ അല്ല, ജപ്തിയിലായ MK മേനോൻ എന്ന് പറയും. ഓഫീസ് കാര്യങ്ങളെല്ലാം അവിടെ. പിന്നെ ഈ പിൻവാതിൽ പരിപാടിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ചെന്നാട്ടെ. അല്ല സാർ അങ്ങനെ പറയരുത്. ജീവിതത്തിൽ ഇന്നുവരെ ഒരാളുടെ മുമ്പിലും യാചിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഞാൻ യാചിച്ചാണ്. എങ്ങനെയെങ്കിലും ഈ ജപ്തി ഒരു 2-3 മാസത്തേക്കൂടെ നീട്ടിക്കിട്ടിയതെങ്കിൽ. നിങ്ങൾ ഇതുവരെ കളിച്ച കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. കാക്കപ്പിടുത്തവും ശുപാർശയും കൊണ്ട് സഹതാപമായിട്ട് നോക്കുക. തെരുവിൽ ഇറങ്ങേണ്ടി വരുമെന്ന് കരുതി പിടിച്ചു നിൽക്കുക. പറക്കം പറ്റാത്ത 2 കുട്ടികളാ എനിക്ക്. രോഗിയായ ഭാര്യയും. മോളെ ആരുടെയെങ്കിലും കൈ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് വേണേ പൊയ്ക്കൊള്ളാം. വല്ല വൃദ്ധസദനത്തിലേക്കോ തെരുവിലേക്കോ. പിന്നെ എടുത്തോ, എല്ലാം എടുത്തോ. അതുവരെ ഇത് വലിയ ശല്യമായല്ലോ. വലിയ തറവാടും ദുരഭിമാനവും ഒക്കെ തലേ കയറ്റി വെച്ച് കണ്ടവർക്കൊക്കെ കടവും വരുത്തി വെച്ചിട്ട് വന്ന് കെഞ്ചേണ്ട എന്റെ അടുത്തല്ല. മനുഷ്യനെ ശല്യപ്പെടുത്താൻ ഇറങ്ങി പോണം മിസ്റ്റർ.
നിങ്ങൾ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. കളക്ടറുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നാൽ അത് കുറ്റകരമാണ്. അറസ്റ്റ് ചെയ്താലുണ്ടല്ലോ പിന്നെ വിചാരണ, പിഴ, ജയിൽവാസം അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പ്ലീസ് എന്റെ ജോലി തടസ്സപ്പെടുത്തരുത്. പിടിച്ചു മാറ്റണോ? മേനോൻ, മിസ്റ്റർ മേനോൻ, മിസ്റ്റർ മേനോൻ, മേനോൻ സാർ മരിച്ചു കിടക്കുന്നു. മുറിവ് ഡ്രസ് ചെയ്തു. സ്കാനിങ്ങിന് ഒരു കുഴപ്പമില്ല. മേനോനും ഭാര്യയും വരൂ. മേനോനും ഭാര്യയും മരിച്ചു. ഈശ്വര, ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കാവോ? കുട്ടികളോ? ഒന്നും പറയാറായിട്ടില്ല. വിഷാംശം കുറവായതുകൊണ്ട് കുട്ടികൾ പിടിച്ചു നിൽക്കുക. ഇനി ഹോപ്പ് ഡോക്ടർ. മേനോനും ഭാര്യയും ഇവിടെ എത്തുമ്പോഴേ മരിച്ചിരുന്നു. ആൺകുട്ടിയുടെ കാര്യത്തിൽ ഒന്നും പറയാറായിട്ടില്ല. ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു ദ മെഡിസിൻസ്. ആ പെൺകുട്ടി, ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. രക്ഷപ്പെട്ടേക്കാം. ആ, പിന്നെ വാർത്ത പുറത്തു വിടുമ്പോൾ സൂക്ഷിക്കണം. വിദഗ്ധ ചികിത്സ കൊടുക്കാൻ പഠിക്കണം. ഐ വിൽ കീപ് ഇൻ ടച്ച് വിത്ത് യു. ഓക്കേ? യെസ് സർ. നോ നോ നോ, കിടന്നോളൂ. സ്ട്രെയിൻ എടുക്കണ്ട. ആർ യു ഓക്കേ? ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാര്യ സർ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. വല്ലാത്ത ഷോക്കായിപ്പോയി. പിന്നെ മേനോൻ. താനിപ്പോ അതൊന്നും തിരക്കണ്ട. യു നീഡ് റെസ്റ്റ്. അതല്ല സർ, പരിശ്രമിച്ചാൽ എല്ലാ വിദഗ്ധ ചികിത്സകളും കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് സ്പെഷ്യലിസ്റ്റുകളും എത്തിയിട്ടുണ്ട്. എല്ലാരും രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ആ, രക്ഷപ്പെടും. പക്ഷെ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും വൃത്തിയാഘാതങ്ങൾ സീരിയസ് ആയിരിക്കും. എൻക്വയറി, ബ്ലെയിമിംഗ്. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അത് പറയേണ്ടത് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരല്ലേ. ആ മിസ്റ്റർ ഷി, എനിക്ക് ഈ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് SP-യുമായിട്ട് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. നമുക്ക് നാളെ കാണാം. ഓക്കെ? ടേക്ക് റെസ്റ്റ്. ചായ വേണ്ട. എന്താ ഇത്? ഏയ്, എന്താ ഇത്? മാറി നിൽക്ക്, മാറി നിൽക്കാൻ പ്ലീസ്. ബഹളം വെക്കല്ലേ. ഹലോ പ്ലീസ് മാറ് പ്ലീസ്. പോയിക്കോളൂ, എനിക്കാരും കാണണ്ട. ജന്മം തന്ന അച്ഛൻ തന്നെ തിരിച്ചെടുക്കുമ്പോ തടയാ നിങ്ങളാരാ? അവരില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട.
ഏയ് എന്താ ഇവിടെ അഡ്മിഷൻ ഇല്ല, പുറത്തു പോ. ഞങ്ങള് TCB-കാരാ, മാധ്യമപ്രവർത്തകരെ തടയാൻ നോക്കല്ലേ. സ്റ്റാർട്ട് ക്യാമറ. ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണല്ലോ ഭവതി രക്ഷപ്പെട്ടത്. യഥാർത്ഥത്തിൽ മരണത്തിന് സബ് കളക്ടർ മുഖമായിരുന്നു. ഒന്ന് നിർത്തണോ, പുറത്തു പോടോ. പറയൂ. എല്ലാവരും മരിച്ചു പോയിട്ടും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കിട്ടിയ പ്രചോദനം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ തോന്നിയതേ നിന്നെയൊക്കെ എടുത്തിട്ടൊന്ന് പെരുമാറാനാണ്. മാധ്യമങ്ങളുടെ പേര് കളയാൻ ഇറങ്ങിയിരിക്കുന്നു. ഇത് മാധ്യമങ്ങൾക്ക് നേരെയുള്ള പോലീസിന്റെ അതിക്രമമാണ്. അതേടാ, അതിക്രമമാണ്. നിനക്കൊന്നും പറഞ്ഞ തലേ കയറില്ലല്ലേ? സോറി കൃഷ്ണമണി, ഞാൻ അറിഞ്ഞപ്പോ വൈകിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാരമില്ല. പിന്നെ അന്വേഷണ ചുമതല എനിക്കാണ്. തെറ്റുകാരാരായാലും വിടില്ല ഞാൻ. സാർ, ആ കുട്ടി നോർമൽ അല്ല. ഐ മീൻ ഷോക്ക്. അതിന്റെ ആഘാതം നീണ്ടു നിൽക്കും. വരൂ. ഇവിടുന്ന് നേരെ ആശുപത്രി പോയി റസിയെ ഡിസ്ചാർജ് ചെയ്യാൻ സഹായിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് ടൗണിൽ വന്ന് 100-200 കോടാൻ നോക്ക്. ഇന്നേ പണം ആവശ്യമുള്ള ദിവസമാ, മനസ്സിലായ? ഇയാൾക്ക് ഏതെങ്കിലും ഒരു പണി ചെയ്താൽ പോരെ. ഇയാളുടെയൊക്കെ ഗുമസ്തനാകുമ്പോ എന്നെ വേണം പറയാൻ. എഴുതാൻ പറയുമ്പോൾ എഴുതണം, ഓടിക്കാൻ പറയുമ്പോൾ ഓട്ടോ ഓടിക്കണം, വീട്ടു പണി ചെയ്യണം. ഇയാളുടെ തല്ലും കൊള്ളണം. എന്താ പറച്ചിനക്കടവും തപ്പുവോ? എന്റെ കൃഷ്ണവേണി, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്തെങ്കിലും കഴിക്കൂ കുട്ടി. ആരാ? വന്നോളൂ. ഞാനിന്ന് പോവും. ഡിസ്ചാർജ് ചെയ്തു. എന്താ വേണി? ഇനി വഴക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്നും ഉള്ളിലൊതുക്കണം. കുട്ടി വഴക്ക് പറഞ്ഞിട്ട് എന്താ? പോയത് തിരിച്ചു കിട്ടൂ. അല്ലെങ്കിൽ തന്നെ മോനല്ലല്ലോ തെറ്റുകാരൻ. കുട്ടി അവനവന്റെ ഡ്യൂട്ടി ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. ഒക്കെ വരാൻ വെച്ചതാ. ഇവളുടെ അച്ഛൻ ആരോടും ഒന്നും പറയില്ല, എല്ലാം ഉള്ളിലൊതുക്കും. ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ആർക്കാ നിശ്ചയം? അഭിമാനികളല്ലേ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി സ്വസ്ഥായിട്ട് പോയിട്ട് വാ. ഏയ്, പോയാലും വരും. ഓഫീസും താമസവും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാ. ഒന്ന് വിളിച്ചാ മതി, ഉടനെ എത്താം. സോറി, അന്നെന്തൊക്കെയോ പറഞ്ഞു. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എനിക്കിനി ജീവിക്കണ്ട. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ ഞാൻ വേണ്ടേ? എനിക്ക് മരിക്കണം. എന്നെ മരിക്കാൻ സഹായിക്കണം. പറ്റുമോ? അച്ഛൻ, അമ്മ, എന്റെ മോനോട്ട് എനിക്ക് അവരോടൊപ്പം പോയാ മതി. അവരോടൊപ്പം പോയാ മതി. അന്ന് പറഞ്ഞില്ലേ, അവിടെ അഡ്മിഷൻ ശരിയായി വരുന്നു. ഡോക്ടർ ജീവൻ ഐസക് സ്ഥലത്തുണ്ട്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. ഫിസിക്കലി ഒന്നുകൂടി നോർമൽ ആവണം. ശരി, ഞാൻ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. ഡോക്ടർ അഡ്മിഷൻ ഉറപ്പാക്കി തന്നാൽ മാത്രം മതി. താങ്ക് യു ഡോക്ടർ. വെൽക്കം. നിങ്ങൾ അനുഭവിച്ചതെല്ലാം ശരി, പക്ഷെ വീഴ്ചകൾ പറ്റുന്നതായിരുന്നു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾക്കെതിരാണ്. അതായത് മരിക്കുന്നതിന് മുമ്പ് താൻ അയാളെ ഹറാസ് ചെയ്തിരുന്നു. നോ സർ, ഇറ്റ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് പ്രെജുഡിസ്. ഹം ബാക്ക് അല്ലേ? യെസ് സർ. അയാൾക്ക് എന്നോട് എന്തോ വൈരാഗ്യമുണ്ട്, ആ ASP വിനോദിന്. സ്പോട്ടിറ്റ്സ് എന്തോ എന്നൊന്നില്ല. വിഷ്വൽ ആൻഡ് സൗണ്ട്സ് കംസ് ദ ഫാക്ട്സ്. മരിച്ച MK മേനോൻ തന്റെ അമ്മാവന്റെ അടുത്തും തന്റെ അടുത്തും വന്നിരുന്നു അല്ലേ? യെസ് സർ. പക്ഷെ ഞാൻ എന്റെ നിസ്സഹായാവസ്ഥ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിട്ടു. സർ, ഞാൻ എന്തിനാ അയാളെ ഹറാസ് ചെയ്യണം? പിന്നെ ആ റിപ്പോർട്ട്? അതാ പറഞ്ഞത്, മരിച്ച കുടുംബമായ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായിരുന്ന അടുപ്പം, അതിന്റെ സോഫ്റ്റ് കോർണർ, പിന്നെ അയാള് നത്തിങ് മോർ. അമ്മാവൻ പറഞ്ഞത് നേരാ.
ആപത്ത് വരുമ്പോഴാണ് ഒരാൾ സഹായത്തിന് കൂടെ വേണ്ടത്. എപ്പോഴും വന്ന് പിടിക്കാനും കെടുത്താനും ആഹാരം തരാനും ഞാൻ ഉണ്ടാവില്ല. പിന്നെ ഈ കളക്ടർ ഉദ്യോഗത്തില് ജപ്തി, ഹർത്താല്, കല്ലേറ്, വെടിവെപ്പൊക്കെ സ്ഥിരം കലാപരിപാടികളാണ്. എന്തൊക്കെയാ ഇയാള് പറയണേ? കേട്ടിട്ട് മനുഷ്യന് പേടി തോന്നുന്നു. നിനക്ക് പേടി തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. അപ്പോ ഋഷിമോനെ, ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാ. ഉടനെ നമുക്കത് അങ്ങോട്ട് നടത്തണം. അതിനി സമയമുണ്ടല്ലോ, തിരക്ക് പിടിക്കണ്ട. ഇനി എങ്ങോട്ടാണ് നീട്ടിക്കൊണ്ടു പോണത്? നമുക്കിത് ഗംഭീരമായിട്ട് അതെ ഗംഭീരമാക്കണം. പക്ഷെ ശരിക്കൊന്നും ആലോചിക്കാതെ നടത്താനും പറ്റില്ലല്ലോ. ആള്, നാള്, ജാതകം, കുടുംബം, പിന്നെ നമുക്ക് ചേർന്നൊരു പെൺകുട്ടിയെ തന്നെ കണ്ടുപിടിക്കാൻ എന്താ പാട് അല്ലേ? അതിനൊക്കെ വഴി കണ്ടിട്ടാണല്ലോ ഈ വരവ്, അല്ലേ ദേവകി? കുട്ടികളുടെ മനസ്സിലിരിപ്പ് ഞങ്ങൾ മുതിർന്നവർ കണക്കാക്കണമല്ലോ. അവരോരോരോ സ്വപ്നങ്ങൾ കാണും. ഞങ്ങളിത് പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞാ പിന്നെ ഖേദിക്കേണ്ടി വരും. അമ്മാമ്മയ്ക്കെല്ലാം അറിയാം. അതുകൊണ്ട് രാഗിമോളുടെ ജാതകം ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്കത് വേഗം ഫയൽ ചെയ്യേണ്ടതാണ്. ആശുപത്രി വെച്ച് നിങ്ങൾ ഒഴിഞ്ഞു മാറി. Now you look quite okay. എനിക്കൊരു അരമണിക്കൂർ വേണ്ടി വരും. മിസ്റ്റർ വിനോദ്, വീട്ടിൽ കയറി വന്നുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല. ഇരിക്കാം, വല്ലതും കഴിക്കാം. അല്ലാതെ നിങ്ങളുടെ ചോദ്യം ചെയ്യലും ഹറാസ്മെന്റ് ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. മുൻകൂട്ടി വിളിച്ചു ചോദിച്ച് വേറെ സമയവും സന്ദർഭവും നോക്കണം. കൊലപ്പുള്ളികളോട് അത്ര മര്യാദയെ കാണിക്കാൻ പറ്റൂ. ഒരു കുടുംബത്തെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഫോർമാലിറ്റി സംസാരിക്കാൻ വരുന്നു. നോ, എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ഐ എം നോട്ട് ഫ്രീ നൗ. അറ്റകൈക്ക് വാറണ്ട് കൊണ്ടുവരാവുന്ന കേസാന്ന് ഓർത്തോ. കോൾ മീ വെൻ യു ആർ ഫ്രീ. 2 ദിവസം തരാം. അത് കഴിഞ്ഞ എന്റെ സ്വഭാവം മാറും. അയാൾ നിന്നെ വല്ലതും ചെയ്താലോ? പിന്നെ എന്നാ അതവന്റെ എനിക്ക് ചൊറിഞ്ഞു കയറി വന്നതാ. സബ് കളക്ടറെ കവച്ചു വെച്ച് വല്ലതും പറയുന്നത് ശരിയാണോ? ഒരു മെനയില്ലാത്തവൻ. എന്താ അവനത്ര അരിശം? പട്ടി ഉരക്കും ജാഥ മുന്നോട്ട് പോകും. ഇത് പ്രശ്നം വേറെയാ. ഇന്നലെ ഞാൻ അറിഞ്ഞത് ആശുപത്രിയിൽ കിടക്കുന്ന കൃഷ്ണവേലിനെ പെണ്ണാലോചിച്ച ഈ ASP ജപ്തി പ്രശ്നം പറഞ്ഞപ്പോ അയാളുടെ വീട്ടുകാര് പിന്മാറി. പക്ഷെ അയാൾക്ക് ഇപ്പോഴും ചെറിയ താല്പര്യമുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓഹോ, അപ്പൊ അതാ അയാളുടെ പ്രശ്നം. നോ, ഇറ്റ്സ് ക്വൈറ്റ് അൺപ്രഡിക്റ്റബിൾ. ചിലപ്പോ നോർമൽ ആവാൻ ഒരാഴ്ച മതി. അത് തന്നെ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത കേസുകളുണ്ട്. എല്ലാം ഓരോ ഘടകങ്ങളെ ആശ്രയിച്ച. രോഗിയുടെ മനോനില, സഹകരണം, പുറമേ നിന്നുള്ള മോറൽ സപ്പോർട്ട്. ആ പിന്നെ മിസ്റ്റർ ഋഷി, എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് പോണമെന്നില്ല. നിങ്ങൾ ഡ്യൂട്ടിയിലല്ലേ? ഇത് തന്നെ എന്റെ ഡ്യൂട്ടി. ഡ്യൂട്ടി അല്ല, കടമയാണ്. ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിവേ താങ്ക്സ്. ഓക്കെ. അവരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ആര് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യാൻ? ഡിപ്പാർട്ട്മെന്റ് എവിടെ കൊണ്ടാക്കിയത്? നിങ്ങളുടെ ചീഫ് എവിടെ? എവിടെ കൃഷ്ണവേണി? ആ സബ് കളക്ടർ ഈ കേസിൽ 1-ാം പ്രതിയും തനിക്കറിയില്ലേ? അത് എന്റെ പ്രത്യേക താല്പര്യോ? നിങ്ങളല്ലേ ആ പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ടെന്ന്? എന്നിട്ട് ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയെ ഒളിച്ചു കിടത്തുക. പ്ലീസ്, നിങ്ങളുടെ കേസും സാക്ഷിയും ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഇവിടെ രോഗിയുടെ തീരുമാനത്തിനാവില്ല. റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചത് ഞാനാ. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. ഋഷികേശിനെ പോലെ ഒരാളോടൊപ്പം രോഗി പോകാൻ തയ്യാറായാൽ പിടിച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല. മതി. തന്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. ബാക്കി വിശദീകരണം കോടതി പറഞ്ഞാൽ മതി. ഹലോ. ഐ എം ഡോക്ടർ ജീവൻ ഐസക്. യു ആർ മോസ്റ്റ് വെൽക്കം. ഡോക്ടർ അല്ല, ആതിഥേയൻ. ഐ എം ഋഷി. എനിക്കറിയാവടോ. ഇത് കൃഷ്ണവേണി. അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. വന്നോളൂ. ഡോണ്ട് വറി മാൻ. ഡോക്ടർ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
റിപ്പോർട്ടിൽ ഷീസ് പെർഫെക്റ്റ്ലി ഓക്കെ. പോയ്സൺ ബാധിച്ചിട്ടില്ല. ഷോക്ക്, പിടിച്ചുലച്ച ഒരു മെന്റൽ ഷോക്ക്. അതെനിക്ക് വിട്ടുതന്നേക്കേ. താങ്ക് യു ഡോക്ടർ. ഞാനെല്ലാം ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. രക്ഷപ്പെടണം, നോർമൽ ആവണം, എനിക്കത് മതി. ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം നേരെയാവും. ഭാസ്കരൻ നായർ ഇടയിൽ തിരികെ തന്ന ഈ ജാതകം ഇവിടത്തെ കുട്ടിയുടെ അല്ലാണ്ട് പിന്നെ എവിടെയാ? കാള വാല് വെക്കുമ്പോളെ അറിയാലോ. അപ്പോ മരുമകനെ ഇവിടെ തന്നെ തളച്ചിടാന്ന് 10-7 പൊരുത്തുവാ. എന്നാ വിവാഹ നിശ്ചയത്തിന് തീയതി കൂടി കുറിച്ചോളൂ. ഇനിയൊന്നും നോക്കാനില്ല അല്ലേ ദേവകി? പിന്നല്ലാതെ. ഇവിടെ ഒരാൾ തിരക്ക് പിടിച്ച് നിൽക്കല്ലേ, ഇനി നമ്മളായിട്ട് എതിര് നിന്നു വേണ്ട. 10-7 പൊരുത്തുവാ. പിന്നെ എന്തിനാ മാന്തം? ഞാനൊരു വാക്ക് ഋഷിയോട് പറഞ്ഞാ മതി, അവൻ എതിര് നിൽക്കില്ല. അടുത്ത ആഴ്ച തന്നെ സമയം നോക്കുള്ളൂ. കണ്ടോ, സത്യം ശുഭവാർത്തയാവും. നല്ല ലക്ഷണം. ശുഭസ്യ ശീഘ്രം നല്ലേ. ഒന്ന് നിർത്തടാ, മനുഷ്യനെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, പ്രേതം ഉണ്ടെന്നാ തോന്നണത്. ആ മതി മതി, ഇനി ഞാൻ രണ്ടിനും പഠിക്കാത്ത കേട്ടില്ല. അവന്മാരുടെ ഒരു പ്രേതവും നിലവിളി. അതിനധികം നാളിലല്ല, കല്യാണം കഴിഞ്ഞ് രാഗിങ് വന്നാ ഞങ്ങളെ രാഗി പുറത്താക്കൂലേ? രാഗിയോ? എന്ത് രാഗി? കിടന്നുറങ്ങാൻ നോക്കടാ. അവിടെ നിശ്ചയത്തിന് തീയതി കുറിച്ച് ഒരുക്കം തുടങ്ങി. ഇവിടെ ഒരാളെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എന്റെ അടുത്ത് വേണ്ട കളക്ടറെ വിളച്ചില്. ഗുഡ് നൈറ്റ്. നീ ഉറങ്ങിയില്ലേ? ഉറങ്ങടാ. ഹലോ, താൻ ശരിക്കും ഒന്ന് ഫ്രഷ് ആയിരിക്കുന്നു. മഴക്കാറൊഴിഞ്ഞ് മാനം തെളിഞ്ഞ പോലെ. ഞാൻ വെറുതെ ഇങ്ങനെ. അതെ, നന്നായി. ഇത്രയും നല്ല സ്ഥലം ഒന്ന് ശരിക്കും കണ്ടില്ല. ഒന്ന് ചുറ്റി നടന്ന് കാണാൻ താനല്ലേ ക്ഷണിക്കണ്ടേ? ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ, ഒരു കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാ? ഓക്കെ, പക്ഷേ തിരിച്ചു വരാൻ തിടുക്കം കാണിക്കരുത്. നമ്മൾ ആ കടലോരത്തൂടെ ഭൂമിയുടെ ഒരു അറ്റത്തേക്കാണ് പോണത്. അത്രയ്ക്കൊന്നും ഞാനില്ല, എന്നാലും കുറച്ചു ദൂരം വരാം. ഡോക്ടർ വന്നാൽ അന്വേഷിക്കും. ഓക്കെ, വരൂ. ഈ തിരമാലകളുടെ ആവർത്തനം പോലെ തന്നെയാണ് ജീവിതവും. തീരത്തെത്തുമ്പോൾ തല്ലിത്തകരുന്നു. വിധിയുടെ കുറുമാനങ്ങൾ അതാർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. ഓരോ ദുരന്തവും ഏൽപ്പിക്കുന്ന മരവിപ്പിൽ നിന്ന് മോചനം തേടിയുള്ള യാത്രയാണ് ജീവിതം. അച്ഛനെയും അമ്മയും മോനൂട്ടിനെയും പറ്റി ഓർക്കുമ്പോ എനിക്കും അവരുടെ അടുത്തേക്ക് പോയാൽ മതിയെന്ന് തോന്നും. വേർപാടുകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെല്ലാം വേണിയെപ്പോലെ ചിന്തിച്ചാൽ ഈ ഭൂമി മുഴുവൻ ഒരു ശവപ്പറമ്പായി തീരും. നോക്കു വേണി, ഈ ലോകത്തിൽ ദുഃഖവും സന്തോഷവും ഇല്ലെന്നാണ് എൻ്റെ പക്ഷം. ജീവിതമേ ഉള്ളൂ. അതെങ്ങനെയൊക്കെയാ? നമ്മുടെ ഈ ജന്മവും കർമ്മവും കൊണ്ടൊക്കെ ബന്ധിപ്പിക്കപ്പെടുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്നില്ല. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മളിൽ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? എന്നെ മാത്രം ദൈവം അനാഥയാക്കിയത് എന്തിനാ? ഓർമ്മയും മറവിയും ദൈവം മനുഷ്യന് തന്ന വരദാനവും ശാപവുമാണ്. നമ്മൾ ഇതിന്റെ തടവറയിലായാൽ ജീവിതം മുഴുവൻ കരയാനേ കഴിയൂ. പക്ഷെ ഒന്നുണ്ട്, ഇന്നത്തെ വലിയ ദുഃഖങ്ങളും സന്തോഷങ്ങളും നാളെ ആലോചിക്കുമ്പോൾ അതെത്ര നിസ്സാരവും തമാശയുമായി തോന്നുമെന്നോ. എന്തിനേയും അതിജീവിക്കുന്നവരുടേതാണ് ഈ ലോകം. അത് ദുഃഖവും സുഖവും ആഡംബരവും ആഘോഷവും എല്ലാമാകാം. നോക്കു വേണി, താൻ അനാഥയാണെന്ന് കരുതണ്ട. എന്നെ അന്യനായി കാണുകയും വേണ്ട. ഈ ജന്മം മുഴുവൻ എൻ്റെ ജീവിതം വേണിക്ക് കടപ്പെട്ടിരിക്കുന്നു. തീർച്ച.
പന്തലിൽ നിലവിളക്കാണമ്പിളി കുളിരൊളി താരകങ്ങൾ താലമേന്തി നീലപ്പൂ പന്തലിൽ നിലവിളക്കാണമ്പിളി കുളിരൊളി താരകങ്ങൾ താലമേന്തി കവിതേ തുയിലുണരൂ കരളിൻ കഥ പറയൂ ചാമരങ്ങൾ വീശി തിന്ന് ചാമരങ്ങൾ വീശി തിന്ന് ഉയിരിൽ ഞാൻ നൽകാമൊരു സ്വപ്നപ്പൂവ് മധുരിക്കും ജീവിതം നുകരാന്നി പോരൂ നുകരാന്നി പോരൂ കവിതേ തുയിലുണരൂ കരളിൻ കഥ പറയൂ കുയിലേ നീ മധുരമായി പാടൂ മഴവില്ലിൻ പൂക്കൾ ചൂടി മാനസമേ മധുപകരൂ കവിതേ തുയിലുണരൂ കരളിൻ കഥ പറയൂ കുയിലേ നീ മധുരമായി പാടൂ മഴവില്ലിൻ പൂക്കൾ ചൂടി മാനസമേ മധുപകരൂ. യെസ്, അതെ, ആ സെമിനാർ തന്നെ. എന്താ, ആത്മഹത്യാ നിർവ്യാപന സെമിനാർ അല്ലേ? അതിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കൂ. വേദിയിൽ വിളിച്ചിരുത്തി തൊലിയുരിച്ചു വിടാനുള്ള പ്ലാനാ. അതേതായാലും നടപ്പില്ല. ശരി. എന്താ സാർ? അത് You may go. എടാ, നീ കണ്ടില്ലേ സിറ്റി ടോക്സ്? ഈ ആഞ്ജനേയൻ പേന ചലിപ്പിച്ചാൽ അത് ഏൽക്കില്ലേ? ഏറ്റു ഇതിലൊരു പിടി പിടിച്ച് കലക്ടറേറ്റ് കുട്ടിച്ചോറാക്കും ഞാൻ. വീട് പോലീസേ, ഇവിടെ ആളുകൾ കാണാൻ വന്നിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഓ, ഒരു വാർത്ത വന്നാൽ പിന്നെ വിളിയായി, അനുമോദനങ്ങളായി. ഓ ആട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങോട്ട് തരാനാ വന്നത്. ഞാൻ സാറിന്റെ ഒരു ആരാധകനാണ്. ഓഹോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്താ വിഷയിച്ച്? തരാം, തിരക്കടിക്കല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, സാർ കല്യാണം കഴിച്ചോണോ? തിരക്കിട്ട പത്രജീവിതത്തിൽ കല്യാണത്തിന് ഇവിടെ സ്ഥാനം? അല്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആലോചിച്ചാലോ? കാണാനെങ്ങനെ? സുന്ദരി കോതയല്ലേ. നിങ്ങളുടെ പത്രം വായിച്ച് വായിച്ച് സാറിനുള്ള ആരാധനയും പ്രേമവും. നോ എടോ, ഈ പ്രേമം കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് സത്യമാണോ? സത്യമായിട്ടും സാറിന്റെ തന്തയാണ്, അല്ലെങ്കിൽ വേണ്ട, സാറിന്റെ അച്ഛനാണ് സത്യം. അവൾക്ക് രഹസ്യമായിട്ട് സാറിനോടൊന്ന് സംസാരിക്കണം പോലും. കൊണ്ടുവരട്ടെ? അതിനെന്താ, ഞാൻ വിളിച്ചു പറഞ്ഞ് കിട്ടാത്ത ഹോട്ടലോ ലോഡ്ജ് മുറികളോ ഉണ്ടോ? ഇന്ന് എന്നെ കണ്ടോളയാം. എന്താ? പണച്ചെലവുള്ള കാര്യമാണ്. 5000 രൂപയും. പക്ഷെ 2000 രൂപ അഡ്വാൻസ് ഇപ്പൊ തന്നെ. അതൊരു തുകയാണോ? ഈ ഓട്ടോക്കാരുടെ കയ്യിലൊക്കെ നല്ല സ്കൂപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. താൻ കൊണ്ടുപോടോ, അഡ്വാൻസ് ഒക്കെ വന്നിട്ട്. ഓട്ടോക്കാരെ കുറ്റം പെണ്ണ് കെട്ടാത്ത സൂക്കേട് സബ് കളക്ടർ എന്ത് ചെയ്യുന്നാടാ? ആര് പറഞ്ഞാടാ ഇത് എഴുതിയത്? ആരും പറഞ്ഞില്ല. നിന്റെ പെണ്ണ് കേസ് ഞാൻ ഇതോടുകൂടി തീർക്കും. മേലിൽ ഇങ്ങനെ വല്ലതും എഴുതിയാ നിന്റെ ഗിയർ ബോക്സ് ഞാൻ ഇളക്കും. ഇരിയടാ. ഇപ്പൊ ഇവിടെ നടന്നത് നമ്മൾ രണ്ടുപേരും മാത്രം, പുറത്താരും അറിയണ്ട. അപ്പൊ ഓക്കെ, ഇനി ബാക്കി അടുത്ത ഞായറാഴ്ച.
കേവലം ഒരു മഞ്ഞപ്പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ച് വിശദീകരണം ചോദിക്കാനല്ല ഞാൻ തന്നെ വിളിപ്പിച്ചത്. മനസ്സിലായോ? എനിക്കറിയേണ്ടത് താനിതെങ്ങനെ റിയാക്ട് ചെയ്യുന്ന. അയാളെ വിളിച്ച് അനുമോദിച്ചോ, വിലക്കിയോ, ഭീഷണിപ്പെടുത്തിയോ? ബി സ്റ്റേൺ ആൻഡ് ഷുവർ. ഞാൻ വാട്ട് എ സ്റ്റുപ്പിഡിറ്റി. വാടക കൊണ്ടുപോയിട്ട് തല്ലിച്ചതക്കിയ അതാണോ തന്റെ തസ്തിയിലിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്? ഐ വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഹറാസ്മെന്റ്, കൂട്ട ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ മന്ത്രിമാരും നേതാക്കന്മാരും തനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയപ്പോഴും ഞാൻ കുലുങ്ങില്ല. വെറും ഒരു അന്വേഷണത്തിൽ കാര്യമൊതുക്കി. ഇപ്പം മൃഗീയ വിനോദത്തിന് ഒരുങ്ങി ഇറങ്ങിയിരിക്കുക അല്ലെ? നിലനിൽക്കുന്ന കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നാ അതും ഈ തല്ല് കേസും കൂടെ ചേർത്ത് തന്നെ കൊടുക്കാൻ ആളുകൾ കാത്തിരിക്കുക. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റിഫൈബിൾ. സർ, ആക്ച്വലി യെസ്, യു മേ ഗോ. ഗെറ്റ് റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ്. സോറി സർ. യെസ്, ഋഷികേഷ്. ഐ എം ഡോക്ടർ ജീവൻ ഐസക്. സോറി മിസ്റ്റർ ഋഷി, ഒരു ബാഡ് ന്യൂസ് പറയാൻ വിളിച്ചതാണ്. കൃഷ്ണവേണി എന്താ ഉണ്ടായേ? എന്നെ പറഞ്ഞാ മതിയല്ലേ മോനെ. ആ പത്രം കാണിച്ചു കൊടുത്തത് ഞാനാ. അതിൽ ഇങ്ങനെ ഒന്നുണ്ടെന്ന് നോക്കിയില്ലായിരുന്നു. വേണിമോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ബാത്റൂമിൽ നിന്ന് വരാണ്ടായപ്പോ പേടിച്ച് നോക്കുമ്പോ ഡോക്ടർ വെയിൻ കട്ട് ചെയ്തതാ. എല്ലാം ശരിയായി വന്നതായിരുന്നു. ഒന്ന് ഏറ്റു പറയാനും ആശ്വസിപ്പിക്കാനും ആ കുട്ടിക്ക് ആരുമില്ലല്ലോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും വേണി ഇങ്ങനെ ചെയ്ത് കഷ്ടായിപ്പോയി. ദിസ് ഇസ് ടു മച്ച്. ഇല്ല, ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ കണ്ടവരൊക്കെ ചവിട്ടി അരയ്ക്കും. അതാ നമ്മുടെ സമൂഹം. ഞാൻ മരിച്ചു കഴിഞ്ഞു. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. അത്ഭുതങ്ങൾ സംഭവിക്കണോ? നേരത്തെ എഴുന്നേൽക്കുക, തിരക്ക് പിടിച്ച് കാര്യങ്ങൾ നോക്കുക. നന്നായി. ഞങ്ങൾ ഇന്ന് നിന്റെ കളക്ടറെ കയ്യോടെ പിടികൂടി തീയതിയും സമ്മതമൊക്കെ ഉറപ്പിക്കാൻ ഇറങ്ങുക. ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ അച്ഛൻ പറയാനുണ്ട്. ദേവകി, എനിക്ക് മനസ്സിലാവണ വല്ല ഭാഷയിൽ പറയേണ്ട ഋഷി. നീ കുറച്ചു ദിവസമായി മൂടോട്ടും തലയെ കയറ്റിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് നീ എന്ത് ചെയ്യുന്ന? എല്ലാം തട്ടിത്തെറിപ്പിച്ച് വണ്ടി മുന്നോട്ട് പോട്ടാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പറയ്, ഞാൻ എന്തിനാ IAS എടുത്തത്? പദവിയും ബഹുമാനവും പിടിച്ചു പറ്റി ലക്ഷങ്ങൾ സ്ത്രീധനവും വാങ്ങി പെണ്ണും കെട്ടി അച്ഛനും അമ്മയും കളിക്കാനോ? ആരും ഇല്ലാത്തതിന്റെ നോവ് അറിയാൻ എനിക്ക് മാത്രമേ അതറിയൂ. എന്നിട്ട് ഞാനൊരാളെ അനാഥയാക്കിയെന്ന് ഓർക്കുമ്പോ കലക്കി ഗംഭീരടാ. എന്റെ മനസ്സിൽ കിടന്ന് തന്നെ നീയും പറഞ്ഞത്. നമുക്കൊക്കെ ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ടായി പോയി. ആ വലന്ന് എത്ര ചാടിയാലും ചാട്ടൊത്തുമില്ല. ഞാൻ നിന്റെ ഒപ്പോ ഒരു പാവം പെണ്ണെ മരിക്കാൻ പറ്റിട്ട് നമുക്കിരുന്ന് ഉറങ്ങാൻ പറ്റുമോ? പക്ഷേ ഇനിയിപ്പോ എന്താ ചെയ്യാ? മതിയടാ, എനിക്ക് ഇത്രയും കേട്ടാ മതി. ബാക്കി ഞാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യുമ്പോഴും ഒരു സാക്ഷി വേണമല്ലോ. നീയാ എന്റെ സാക്ഷി. ഗന്ധർവന്റെ മണിച്ചിണ്ട് പൂവമ്പന്റെ കളിപ്പന്ത്
ഹലോ ഹലോ രാഖി, അറിഞ്ഞില്ലേ? എന്താ? ആ ലോക്കൽ ചാനൽ ഒന്ന് വെച്ച് നോക്കേ, കഷ്ടായി പോയി. കഴിഞ്ഞ മാസം ഇദ്ദേഹം ജപ്തി നടപടികൾ കൈക്കൊണ്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂട്ട ആത്മഹത്യ ചെയ്ത മാമ്പറ്റ കേശവമേനോന്റെയും ലക്ഷ്മി അമ്മയുടെയും മകൾ കൃഷ്ണവേണിയാണ് വധു. യുവ IAS ഓഫീസർ ഋഷികേശ് ഏവർക്കും മാതൃകയാണെന്ന് ഡിസ്ട്രിക്ട് കളക്ടർ ഭുവനചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വന്നിരിക്കണോ നാണമില്ലാതെ? ആട്ടി പുറത്താക്കുക വേണ്ടത്. മോളെ, ഈ അച്ഛൻ എന്താ? വരൂ, ഋഷിയേട്ടന് സമൂഹത്തിൽ ഇപ്പൊ ഒരു സ്ഥാനമുണ്ട്. വരൂ അച്ഛ. ഹായ് ചേച്ചി, വെൽക്കം ഹോം. വരൂ. നല്ലത് വരട്ടെ കുട്ടികളെ. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അശ്വരമായിട്ട് വലതുകാലം വെച്ച് അങ്ങോട്ട് കേറിക്കോ. ഞങ്ങൾക്ക് ഇത്തിരി ജോലിയുണ്ട്. നമ്മളെ പേൾവി ഓഡിറ്റോറിയത്താണ് റിസപ്ഷൻ. എല്ലാം ഒന്ന് ഒരുക്കാണ്ടേ. വരൂ.
ആരോ എന്തോ വികൃതി ഒപ്പിച്ചതിന് നമ്മളിങ്ങനെ അപ്സെറ്റ് ആവണം. വരൂ, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. അവിടെ എല്ലാരും ഉണ്ട്. എനിക്ക് എന്തോ ഒരു മൂഡ് തോന്നണില്ല. ശരി, ഇപ്പൊ റെസ്റ്റ് എടുത്തോളൂ. മൂഡ് തോന്നുമ്പോ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. ഓക്കെ? ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? ഇവിടെ കോടതിയും നിയമവും എന്നെ പോലെ പ്രഗത്ഭരായ വക്കീലുമാരുണ്ട്. നീ എന്താ വക്കീലത്തെ ഗുമസ്തന്റെ മാതിരിക്കുന്നു? നീടാ എനിക്ക് നല്ല ഭാഗ്യണ്ടാവും. എനിക്ക് ഈ മൂഡൌട്ട് കണ്ട കലിയ. അല്ല, ഞാൻ ആലോചിക്കുക, സ്ഥലത്ത് സബ് കളക്ടറുടെ കല്യാണത്തിന് പത്രം പിതറി പാരവച്ചനെ പിടിക്കാൻ പോലീസിനായില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ കാസവും തൊപ്പിപ്പറ്റി നടക്കണത്? ഇങ്ങനെ അപമാനിക്കണമെങ്കിൽ എന്നോട് മാത്രമല്ല, വേണിയോടും കഠിനമായ പകയുള്ള ആരോ ആണ് അത് ചെയ്തിരിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മൂത്ത പോലീസ് ചെയ്ത കുറ്റം കുട്ടി പോലീസ് കണ്ടാലും പിടിക്കില്ല എന്ന്. ആ ASP കാല് കുത്തിയപ്പോഴാ സംഭവം ഉണ്ടായത്. അങ്ങനെ പെട്ടെന്നൊരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു വട്ടം ഒളിഞ്ഞു ചെയ്ത് വിജയിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അത് ആവർത്തിക്കും. വൈകാതെ പിടിക്കപ്പെടും. ആരൊക്കെയായത്? പേജ് ഇല്ലാണ്ട് ഇനി കളക്ടർമാർ വന്ന് പെണ്ണ് കണ്ട് തിരിച്ചു പോണ്ട. ഞാനിവിടെ ചേർന്നു. ഹോസ്റ്റലിൽ നിൽക്കാൻ വയ്യ, അതുകൊണ്ട് ഗംഗൻ കുട്ടി ഇങ്ങോട്ട് പോന്നു. നമ്മുടെ പിതാശ്രീക്ക് തീരെ പിടിച്ചിട്ടില്ലേ, അതാ ഒപ്പം വരാഞ്ഞ്. ഞാൻ നാളെ ചാർജ് എടുത്താ വേണി ഒറ്റയ്ക്കാവില്ലല്ലോ. മോളെ ഏട്ടൻ വിളിക്കാണ്ടിരിക്കായിരുന്നു അല്ലേ വക്കീലെ? അതെ, പക്ഷെ ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. പാരയില് PG എടുക്കാൻ പോണ കുട്ടിയല്ലേ. പോകറിങ്ങേ വാഗങ്ങേ, ഇവിടെ നിന്നെ കൺട്രോളും. എവിടെ എന്റെ ഏടത്തിയമ്മ? എണീക്കാൻ പേടിച്ചോയോ? സാരില്ല, ഞങ്ങൾ അതിഥികൾ വന്നത് കണ്ടില്ലേ. കമോൺ, ഇന്നാടി പൊളി പാചകം, നാളെ ഷോപ്പിംഗ്, പിന്നെ സിനിമ, പാർക്ക് ഷോപ്പിംഗ് ഒക്കെ ഞാൻ തീരുമാനിക്കും. എന്താ പിശുക്കി? മനുഷ്യനൊട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ലാത്തത് ചിരിയില്ല. ചിരിച്ചേ, ചിരിച്ചേ. ഹലോ, എന്താ സണ്ണി? ASP യോ? എന്തിന്? വരട്ടെ. ASP അല്ല SP വന്നാലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരിക്കൽ ഇവിടെ ഇറക്കി വിട്ടതാ. താൻ ആ ലാൻഡ് അസസ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കി വെക്ക്. എന്താ എന്താ വേണി? ആരോ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഋഷിയേട്ടാ. ആരാ വന്നേ? ഒരാളെന്റെ മുഖം മൂടി, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. പുറത്തേക്ക് ഓടിയും തോന്നണു. എന്താ എന്താ ഋഷിയേട്ടാ? എന്താ
വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു, അതും ആളുകൾ മാനിക്കുന്ന യൂണിഫോം ഇട്ടുകൊണ്ട്. ഇറങ്ങി പോടോ. ജാട എടുക്കല്ലേ. കത്തിയും പിടിച്ച് ചാടി വീണ് പേടിക്കാൻ വേറെ ആളെ നോക്കണം. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവൻ പോരാ, അപമാനിക്കുന്നു. തനിക്കൊക്കെ IAS വന്നവനെ ആദ്യം തല്ലണം. വേണ്ട, എന്നോട് കളിച്ച വെറുതെ വിടില്ലേ. നിൽക്ക്, ഇതും കൂടെ കൊണ്ടുപോ. അടുത്ത വട്ടം ഒരു നല്ല കത്തി സംഘടിപ്പിക്കാൻ നോക്ക്. Try again. Are you out of your senses? എന്താ സർ? എന്താണെന്നോ? വീട്ടിൽ കയറി വരുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ട. പക്ഷേ ASP ചോദ്യം ചെയ്യാൻ വന്നപ്പോ അവിടെ ഒരു സീൻ ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഇറ്റ്സ് ബിയോണ്ട് ഓൾ. സർ, ആ സോ കോൾഡ് ASP ഹീസ് എ ബോൺ ക്രിമിനൽ. വീട്ടിൽ കയറി വന്ന് ആക്രമിക്കാൻ മുതിർന്നതും പോരാഞ്ഞിട്ട്. വാട്ട്? സോറി സർ, ഇതൊന്നും പൊറുക്കാൻ കഴിയില്ല. ഓഹോ സർ, ഞാൻ എന്ത് ചെയ്യുന്ന? സാറ് സത്യം അറിയാതെ. ഓക്കെ സർ, യു കംപ്ലൈന്റ് അഗൈൻസ്റ്റ് മീ, ബട്ട് സം ഡേ ഇറ്റ് വിൽ ബി പ്രൂവ്ഡ്. ഹലോ, ഇതാരുടെ തൊപ്പി? അതൊരു നമ്പറല്ലേ, അടിച്ചു മാറ്റിയതാ. കുറുമ്പ് ലേശം കൂടുണ്ട് നിനക്ക്. ആരുടെ വെച്ച കൊണ്ടേ കൊടുത്തിട്ട് വാ. ചെല്ല് ചെല്ല്. ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? പറ്റിയോ? ഇല്ല. എന്താ എന്താ പറ്റിയേ? നോക്ക്. ഭാഗ്യം. ഇനി ഇവിടെ നിൽക്കണ്ടവാ, പോവും. എന്താ വേണി? ആര് വരാനാ? ആരുമില്ല, സ്വപ്നം കണ്ട് പേടിച്ചതാ. ഒന്നുമില്ല മോളെ, നീ പോയി കിടന്നു.
മിസ്റ്റർ ഋഷികേശ്, ശൂന്യതയിൽ നിന്നും ഒരാൾ ആക്രമിക്കുക, അതും നിരന്തരമായി ഭയപ്പെടുത്തുക, മുറിവേൽപ്പിക്കുക, അല്ലെങ്കിൽ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ. ഞങ്ങൾ ഭ്രാന്ത് വൈദ്യന്മാർക്ക് ഇതൊന്നും അവിശ്വസനീയമല്ല. എവറിത്തിങ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. നാച്ചുറൽ? യെസ്, നാച്ചുറൽ. കാരണം ഇതെല്ലാം രോഗി തന്നെ സ്വയം സൃഷ്ടിക്കുന്നതാവാം. പുറമേ നിന്ന് നോക്കുമ്പോൾ വിശ്വാസം വരില്ല. അവർ അനുഭവിക്കുന്നത് മറ്റുള്ളവർ പൂർണ്ണമായി വിശ്വസിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. Give them ample attention, love, care, caressing and all the trifles like that. മനുഷ്യൻ അങ്ങനെ nasty creatures. ഒന്ന് പോടോ. നോനോ, ഹണിമൂൺ എന്നോ സുഖവാസം എന്നോ പേരിട്ട ഒരു യാത്ര. കറങ്ങിത്തിരിഞ്ഞ് അടിച്ചു പൊളിച്ചു വാ. യെസ്, വിളിക്കേ. ഹായ്, എന്താ കളക്ടറെ? ഒരു 10 മിനിറ്റില് 2 തവണ വിളിച്ചോളൂ പ്രാണപ്രേയസിയെ. അസൂയക്കാര് വേഗം പെട്ടിയും പറക്കി സ്ഥലം വിട്. ഞങ്ങള് പെട്ടെന്നൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക. ഫാന്റാസ്റ്റിക്. പക്ഷെ നടക്കുവോ കളക്ടറെ? ഇല്ല, നടക്കില്ല. ലീവ് കിട്ടിയില്ല, അർജന്റ് അസൈൻമെന്റ് എക്സെട്രാ എക്സെട്രാ. ഞാൻ പൊയ്ക്കോളാം, ഗംഗയും കൂട്ടിക്കോളാം. ദാ കൊടുക്കണു. എടുത്തിയമ്മേ, കോൾ അടിച്ചു. ഹലോ, വേഗം റെഡി ആയിക്കോളൂ. 10 days ട്രിപ്പ്. ഞാൻ ലീവ് സാങ്ഷൻ ആക്കി ഇപ്പൊ വരാം. ഓക്കെ? ഓക്കെ. ഞങ്ങൾ പാവം കട്ടുറുമ്പുകൾ അരങ്ങൊഴിയുന്നു. പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ഏത് വിവരദോഷിയാണാവോ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമായിട്ട് ഈ ഹണിമൂൺ പരിപാടി ഉണ്ടാക്കി. ഈ പെണ്ണിന്റെ ഒരു കാര്യം നല്ല കിഴക്ക് വെച്ച് തരാ വേണ്ടത്. അതെ, കിഴക്കിന്റെ കുറവുണ്ട് എനിക്ക്. ഞാൻ പറയട്ടെ അച്ഛനോട്, വേഗം കല്യാണം കഴിപ്പിച്ചുവിട. അതവര് നേരത്തെ തന്നെ തയ്യാറായിരുന്നല്ലോ. നമ്മുടെ സബ് കളക്ടർ ജപ്തി നോട്ടീസ് മാറ്റി വെട്ടിച്ചു എന്ന് അച്ഛൻ പറയണ. നമ്മളെയും ജപ്തി ചെയ്യാൻ ആരെങ്കിലും വരുമോ നോക്കട്ടെ. മതി മതി കളിതാമാശ. 2 ആളും കറങ്ങി തിരിഞ്ഞു നിൽക്കാതെ വേഗം വീട്ടിലെത്തണം. ഏയ്, ഗംഗയെ വണ്ടി കയറ്റി വിട്ടിട്ട് ഞാനൊന്ന് ഇന്റർനെറ്റ് പോകും. നല്ല ലൈനും തരാമോ എന്ന് നോക്കാനാ. വീട്ടിലെത്തിന്ന് വരില്ല, ഹോസ്റ്റലില് ഗസ്റ്റ് അടിച്ചു കൂടും ചിലപ്പോ. ബൈ ബൈ ബൈ. ഹലോ ഹലോ, റേഞ്ച് കുറവാണ്. ഹലോ, ഗംഗയാണെന്ന് തോന്നുന്നു. ഹായ്. ഹലോ രാഖി, എന്തിനാ ഗംഗ വിളിച്ചേ? ചോദിച്ചേ. പൊന്നനിയത്തിക്ക് ഏട്ടനെ മിസ് ചെയ്തു എന്നാ തോന്നണേ. കുറെ നേരമായി എന്നോട് ഫോൺ ചെയ്യാൻ പറയണു. വിളിച്ച് ഉപദ്രവിക്കണ്ടെന്ന് പറഞ്ഞാ കേക്കണ്ടേ? പിന്നെ വിഷ് എ വാം ആൻഡ് ജോയസ് ഹണി ആൻഡ് മൂൺ. ഒന്ന് കൊടുത്തേ. ഒരു സെക്കൻഡ്. ഹലോ. ഹലോ മാഡം, ഇമെയിൽ തപ്പി നോക്കി, നോ മെസ്സേജ്. ജപ്തി ജപ്തി, മനസ്സിലായോ? ഋഷിയേട്ടനോട് പറയട്ടെ ആരെങ്കിലും ഉടനെ തപ്പിപ്പിടിക്കാൻ. ആ കോന്തന് ലവ് എന്ന 4 അക്ഷരത്തിന്റെ അർത്ഥം അറിയില്ലടോ. പിന്നല്ലേ തപ്പിപ്പിടിക്കാൻ പോണ. അടിച്ചു പൊളിച്ച് കറങ്ങി തിരിഞ്ഞെങ്കി വാ. ബൈ. ലവിന്റെ അർത്ഥം അറിയില്ലാന്ന് എന്നോട് പഠിപ്പിച്ചു കൊടുക്കാൻ. ആയിരം പൂവിരിഞ്ഞാൽ അരവസന്തം, ആത്മസഖി നീ ചിരിച്ചാൽ 1000 വസന്തം. കൂടെ കൂടെ വീണു നിറഞ്ഞു നീരാളി, എൻ പ്രിയ നിൻ ചുണ്ടുകളിൽ പതഞ്ഞു പാലാഴി.
പൂവിരിഞ്ഞാൽ അരവസന്തം ആത്മസഖി നീ ചിരിച്ചാൽ 1000 വസന്തം നിത്യനീലനഭസിലോ നില്ലോലമിഴിയിലോ ഇന്ദ്രചാപം തൊഴുതുണരും അഴക് ഞാൻ കണ്ടു സ്വർഗഹംസം പറന്നുയരും സ്വാതിഗീതമോ നിന്നുഴി വരും ധ്വനികൾ ഞാൻ കേട്ടു ധ്വനികൾ ഞാൻ കേട്ടു 1000 പൂവിരിഞ്ഞാൽ അരവസന്തം ആത്മസഖി നീ ചിരിച്ചാൽ 1000 വസന്തം രാഗസരസിലോ നിലാസ്യകലയിലോ പുഷ്പബാണ പുഞ്ചിരിതൻ ഉലകം ഞാൻ കണ്ടു ആത്മസഖി നീ ചിരിച്ചാൽ 1000 വസന്തം എനിക്കറിയേണ്ടത് നിങ്ങൾക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാണ്. പോലീസിന് കിട്ടിയ വിവരം അനുസരിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തി വിവാഹത്തിന് സമ്മതിപ്പിച്ചതാണെന്നും വിവാഹശേഷം തനിക്ക് അനുകൂലമായി നിൽക്കാൻ വിസമ്മതിച്ചതിനാൽ നിങ്ങളുടെ ഭർത്താവ് നിരന്തരമായി നിങ്ങളെ പീഡിപ്പിക്കാറുണ്ടെന്നുമാണ്. ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യിച്ച് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കെട്ടുകഥകളും പിതൃത്വമില്ലാത്തൊരു പരാതി ഉണ്ടാക്കി ഇപ്പൊ ചോദ്യം ചെയ്ത് രസിക്കുകയാണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ കൂടി അങ്ങോട്ട് കൊല്ലണോ? ഒന്ന് പോവണ്ണേ, കൊല്ലണമെങ്കിൽ കൊല്ലാൻ നിന്റെ ഒത്താശ വേണ്ട എനിക്ക്. ഞാൻ ആദരിച്ചിരുന്ന ഒരാൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്തപ്പോ അതിന് ഉത്തരവാദികളെ അത് ആരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് എന്റെ തെറ്റ്. എനിക്ക് മേനോടുള്ള സ്നേഹം പോലും നിനക്കില്ലല്ലോ. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കെണിയൊരുക്കിപ്പോ കുടുങ്ങിപ്പോയതാ നീ. എന്നിട്ട് നന്മ ചെയ്യാൻ വന്ന് എന്നെ അപമാനിക്കുന്നു. സ്വത്തും പണവും ഇല്ലാന്നറിഞ്ഞപ്പോ പിന്മാറിയ നിങ്ങൾ എന്റെ അച്ഛനെ തകർത്ത് കളഞ്ഞത്. എന്തില്ലെങ്കിലും തറവാടിത്തോ ആത്മാഭിമാനോ ഉയർത്തിപ്പിടിച്ച് നടന്നിരുന്ന എന്റെ അച്ഛനെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നറിയോ? പണമില്ലാത്ത എന്റെ മകളെ കെട്ടാൻ ആരും വരില്ല എന്ന്. ഏതോ ഒരുത്തം വന്ന് കണ്ടു മടങ്ങിപ്പോയിന്ന് കരുതി വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടും എന്റെ അച്ഛൻ ഉള്ളൊരുക്കി കരയായിരുന്നു. വേണ്ട വേണ്ട, കരച്ചിലൊന്നും വീഴുന്നവനല്ല ഞാൻ. സ്റ്റോപ്പ് ദ നോൺസെൻസ്. വാട്ട് യു തിങ്ക് ഓഫ് യുവർസെൽഫ്? ഇനി തന്റെ പോലീസ് മുറ കൊണ്ട് വന്നാലുണ്ടല്ലോ. വേണേ വാ. Oh,
പറ്റി വേണി? എന്താ? സാരമില്ല, പോട്ടെ. എന്താ വിശേഷം? നമ്മുടെ ഋഷി സാർ അച്ഛനാവാൻ പോകുന്നു. താങ്ക്സ്. സാർ, ഋഷി സാറിന് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. മിസ്റ്റർ ഋഷികേശ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. പിന്നെ ഞാൻ നിങ്ങളൊന്ന് കാണാനിരിക്കുക. എ ഗുഡ് ന്യൂസ്. നിങ്ങൾക്കെതിരെയുള്ള കേസിന്റെ അന്വേഷണം നിർത്തിവെച്ചു. ഫയൽ ക്ലോസ് ചെയ്ത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? യു ആർ ഫ്രീ ടു ഡു വാട്ട് എവർ യു വാണ്ട്. ഫയൽ ക്ലോസ് ചെയ്യാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. അതിന് നിങ്ങൾ ബുദ്ധിമാനാണല്ലോ. നേരിട്ട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ അതെന്നെ കൊണ്ട് ക്ലോസ് ചെയ്യിച്ചു, ഒരൊറ്റ കരുനീക്കം കൊണ്ട്. ഇറ്റ് വാസ് സോ ക്ലെവർ എ മൂവ്, ബട്ട് സിമ്പിൾ. നിങ്ങൾക്കെതിരെ സാക്ഷി പറയേണ്ട പ്രധാന വ്യക്തി നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു. മതി, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് മാത്രം സ്വയം ബുദ്ധിമാനാണെന്ന് കരുതരുത്. ജയിച്ചോളൂ, പക്ഷേ എപ്പോഴും ജയിക്കണമെന്നില്ല. ഈശ്വരൻ, പ്രേതം, ഭൂതം, പിശാചി ഇവയിലൊന്നും ഞങ്ങൾ യുക്തിവാദികൾ വിശ്വസിക്കുന്നില്ല. പ്രേതമില്ല എന്നുള്ളത് ഞങ്ങൾ യുക്തിവാദികൾ പല സ്ഥലത്തും പല പരീക്ഷണങ്ങളോട് തെളിച്ചിട്ടുണ്ട്. ഞാൻ 3 വർഷമായിട്ട് യുക്തിവാദി സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ദൈവം സഹായിച്ച് എനിക്ക് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാര്യമായ കാര്യം പറയുമ്പോ ഇങ്ങനെ ചിരിക്കരുത്. നീ ഇപ്പൊ ചിരിച്ചിട്ടാ? ഞാൻ കാര്യം പറഞ്ഞേക്കാം, മിണ്ടാതിരുന്ന് മാന്യന്മാർ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാം. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. എന്താണ്? ഓ, ആശ്വാസമായി. രാഖിയ? ആ, രാഖി. അകത്തൊരാള് എന്നെ നോക്കി. മതി, ഈ വീടിനെന്തോ കുഴപ്പമുണ്ട്. നാളെ തന്നെ ഈ വീട് മാറണം. രാഖിയും ഗംഗയും തറവാട്ടിലേക്ക് പോയിക്കോട്ടെ. ശരിയാ, അതാ. അമ്മാവൻ വരൂ. എന്താ ഗംഗ? ആരോപണം ചെയ്തതല്ല, രണ്ടിനെയും കേറ്റുവിട്ടതല്ലേ നീ. അവിടെ എത്തിയ ഉടനെ തുടങ്ങിയതാ ഈ കരച്ചില്. നീ വലിയ കളക്ടറായി പോയില്ലേ. ഇവൾക്കിപ്പോ ഞങ്ങളെ ഒന്നും ബോധിക്കണ്ടാവില്ല. നാളെ രാഖിയെ ഹോസ്റ്റലിൽ ചേർക്കാൻ വരുമ്പോ ഇവളെയും കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞതാ. പിടിച്ചില്ല പെണ്ണിന്. എന്തോ ഭാഗ്യത്തിന് രാഖിക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടി. അല്ലെങ്കിൽ വല്ല വാടക മുറിയിലും കഴിയേണ്ടി വന്നേനെ. എനിക്കും മോക്കും. ഇല്ല, അധികാരത്തോടെ കയറി വന്നിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ രണ്ടും രണ്ട് കുടുംബമായി പോയില്ലേ. അമ്മാമ ഇരുന്ന് ബുദ്ധിമുട്ടിക്കണില്ല. എന്താ അമ്മാവ് ഇത്? എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്? ഞാൻ ഒരിക്കലും വേണ്ട, വിശദീകരണം വേണ്ട. എന്റെ മോളെ നിന്റെ അടുത്ത് നിർത്തി പഠിപ്പിക്കാൻ വിട്ടപ്പോ ആശ്വാസായിരുന്നു. നീ അവളെ നോക്കിക്കോളൂന്ന് കരുതി. അത് നിനക്കൊരു ശല്യാവൂന്ന് കരുതിയില്ല. ആര് പറഞ്ഞ അമ്മാവ ഇതൊക്കെ? ഞാൻ അനുഭവിച്ചൊക്കെ ആരോടാ പറയാ? ഇവിടെ എന്തൊക്കെയാ ഉണ്ടായതെന്ന് അമ്മാവയ്ക്ക് അറിയില്ല. വീട് മാറി ഇവിടെ എത്തിയപ്പോഴാ സ്വസ്ഥായത്.
ആ ഒറ്റപ്പെട്ട പഴയ വീട് വിട്ട് 4 ആള് താമസിക്കുന്ന സ്ഥലത്ത് വന്നതേ ശല്യം സഹിക്ക വയ്യണ്ട. അതെ, ഇപ്പൊ ശല്യം തീർന്നല്ലോ. ഇനി ഒരു സ്വസ്ഥത കേടും വരത്തില്ല. ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന് 2 കാലം നിൽക്കാറാക്കിയല്ലോ. ഇനി നീയായി നിന്റെ പാടായി. അമ്മാവ ഞാൻ പറയുന്ന ഒന്ന് വിഷമിക്കണ്ട. ഈ ദേഷ്യമൊക്കെ തണുക്കുമ്പോ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. വാ മോളെ. ഏയ്, മോൾക്ക് തോന്നിയതാവും. കുട്ടി ആരും അടിക്കില്ല, കൊല്ലാനും വരില്ല. ഒക്കെ പിന്നെ പറയാം. മോള് പോയി കുളിച്ച് വല്ലതും കഴിച്ച് വിശ്രമിക്ക്. ചെല്ല്. ബാ, കരയണ്ട. എന്തിനാ കരയണേ? വന്ന് കയറിയത് ഇപ്പഴാ. ചടങ്ങിന് കൃത്യസമയത്ത് എത്തണമെന്ന് വിചാരിച്ചതാ. നടക്കണ്ടേ? എന്നാ പോയി വേഗം ഒപ്പിട്ട് വാ. തന്നെ റൂറൽ എസ് പി അന്വേഷിച്ചിരുന്നു. ബാച്ചിലർ അല്ലേ, നോട്ടം വിട്ട് കാണും. മോൾക്കൊരാളെ തപ്പി നടക്കാൻ കക്ഷി. പിന്നെ നമ്മളെ വെറുതെ വിട്ടേക്ക. അന്ത്യശാസനത്തിന് നീ ആരാ? കാലനോ അതോ റിപ്പറോ? തീർക്കാൻ കണക്കുകളുണ്ടെങ്കിൽ ഒന്നും ബാക്കി വെക്കണ്ട. വാ, ലെറ്റ് സെറ്റിൽ ഇറ്റ് മാൻ ടു മാൻ. അല്ലാതെ പാത്തും പതുങ്ങിയും വന്ന് പെണ്ണുങ്ങളെ പേടിപ്പിക്കുകയല്ല വേണ്ടത്. പേടിപ്പിക്കുക? ആരെ? പെണ്ണുങ്ങളെ? നിങ്ങൾ എന്താ അനാവശ്യം പറയുന്നത്? ഓ, അപ്പൊ അനാവശ്യം ചെയ്തു കൂട്ടല്ലേ? നിനക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അതിനാ ഞാൻ ഇത്രയും കാലം ശ്രമിച്ചതും. നീ ചെയ്തു കൂട്ടിയ ഓരോന്നിനും എണ്ണി എണ്ണി ഉത്തരം പറയിക്കും ഞാൻ. ആർ യു ക്രേസി? നിങ്ങളൊരു സൈക്കോപാത്താണെന്ന് പറഞ്ഞു കേട്ടത് ശരിയാ. തറവാട്ടി പറഞ്ഞ പെണ്ണായതുകൊണ്ട് കൃഷ്ണവേണി ഒന്നും തുറന്നു പറഞ്ഞില്ല. തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടും നിങ്ങളൊരു നിഴലായി നിൽക്കുകയായിരുന്നല്ലോ കടിഞ്ഞാണും പിടിച്ച്. പക്ഷെ ഒന്നോർത്തോ, നിന്നെ സകല തെളിവുകളോടും കൂടി കൊടുക്കാൻ ഞാനും കാത്തിരിക്കുക. യെസ്, I prefer to settle it man to man. ഒരു പോലീസ് ഓഫീസറോടോ? ഭീഷണിപ്പെടുത്തല്ലേ? അവന്റെ ഒരു വൺ വേലോ അതിന്റെ ഫ്രസ്ട്രേഷൻ. ഒരു ചെറുവിരല് പോലും അനക്കാനാവില്ല നിനക്ക്. എന്റെ കുഞ്ഞ് എനിക്ക് തന്നെ പറക്കും. വേണി ജീവിച്ചിരിക്കുകയും ചെയ്യും. അവരുടെ വിധി നിർണ്ണയിക്കാനൊന്നും ആയിട്ടില്ല നീ, അതോർത്തോ. ഹലോ. ഞാനിതാ സെമിനാർ കഴിഞ്ഞിറങ്ങി. ഇപ്പൊ രാഖിയുടെ ഹോസ്റ്റലിന്റെ മുന്നിലെത്തി. ഞാനൊന്ന് അവിടെ കയറി അവളുടെ പരിഭവം തീർത്തിട്ട് വരാം. എങ്കി രാഖിയെ കൂടെ കൂട്ടിക്കോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നെ പറഞ്ഞു തീർക്കാലോ. പക്ഷേ വേഗം വരണേ ഋഷിയേട്ടാ. ഞങ്ങളിവിടെ പേടിക്കാതെ 10 മിനിറ്റ് മതി. ഓക്കെ? സാർ, താനെന്താ ഈ വഴിക്ക്? ഞാൻ സാറിനൊന്ന് കാണാൻ. ഇരിക്കേ. ഞാൻ ഇടയ്ക്ക് അഡ്വക്കേറ്റ് ജയദേവനെ കണ്ടിരുന്നു. അപ്പൊ തന്റെ കഥ പറഞ്ഞു. താൻ ഓട്ടോ ഓടിക്കുന്നുണ്ടല്ലേ? എന്ത് തൊഴിലെടുക്കാനും സന്നദ്ധത കാണിച്ച ആ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ അതോടൊപ്പം പഠിച്ച തൊഴിലിനോട് നീതി പുലർത്തണം. സാർ, ഞാൻ വന്നത് നമ്മുടെ ഋഷിയുടെ കേസിനെ കുറിച്ച് പറയാനാണ്. മീഡിയാസിലൊക്കെ വലിയ പ്രാധാന്യമാണല്ലോ ആ കേസിന്. പക്ഷെ അയാൾ തന്നെ കുറ്റം ഏറ്റെടുത്ത സ്ഥിതിക്ക്. ഇല്ല സാർ, അവൾ
അവനതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. അതെങ്ങനെ താൻ ഉറപ്പിച്ചു പറയുന്നു? അറിയാം സാർ, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ഈ കേസിൽ റഷ്യയെ കുറ്റക്കാരനാക്കാൻ താല്പര്യം കാണിക്കുന്ന ആ വിനോദ് IPSന്റെ ചില ഇൻഡിഫറന്റ് ആയ പെരുമാറ്റങ്ങൾ എന്നിൽ സംശയം തോന്നിപ്പിക്കുന്നുണ്ട്. കൃത്യം നടന്ന സമയത്ത് റഷ്യയുടെ വീട്ടിൽ ഭാര്യ കൃഷ്ണവേണിയും അവന്റെ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് കേസ് അവരെ ഫോക്കസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ കുറ്റം സ്വയം ഏറ്റെടുത്താനാണ് വഴി. തന്റെ ഊഹം ശരിയാണെന്ന് വെക്കാം. എങ്കിൽ പിന്നെ ഈ കൃത്യം ആരെ എപ്പോ എന്തിനു നടത്തി? ഇതിൽ ബന്ധമില്ലാത്ത വിനോദ് എങ്ങനെ ഇൻവോൾവ് ആവും? കാരണമുണ്ട് സാർ. ഈ കൃഷ്ണവേണിയെ റഷ്യ വിവാഹം ചെയ്തതിനു മുമ്പേ ഈ വിനോദിന് അവൾ ഇഷ്ടമായിരുന്നു. മാത്രമല്ല റഷ്യയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ വിനോദിന് വന്ന മാറ്റം എല്ലാം കൂട്ടി വായിക്കുമ്പോ ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാനിപ്പോ എന്താ വേണ്ടേ? സാർ ഈ കേസ് ടേക്കപ്പ് ചെയ്യണം. നാളെ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് താൻ ഇങ്ങോട്ട് വാ. ഓ താങ്ക് യു സാർ. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ ഋഷിയുടെ ഔദ്യോഗിക വസതിയിൽ നിത്യസന്ദർശകനായിരുന്നു എന്നതിന് വിരുദ്ധമായി താങ്കൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? മാത്രവുമല്ല, കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് താങ്കളുടെ ഓവർകോട്ടും ഒരു ഷൂസും ലഭിച്ചിട്ടുമുണ്ട്. ഈ തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കൃത്യം ചെയ്തത് താങ്കളാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാനാവുമോ? കൃഷ്ണവേണിയുടെ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവമായി എനിക്ക് പലവട്ടം ഋഷിയെ ചോദ്യം ചെയ്യേണ്ടതായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്കവിടെ പോകേണ്ടതായും വന്നിരുന്നു. ഇറ്റ്സ് ഓൺലി പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി. പിന്നെ ഒരു ഷൂവും ഒരു ഓവർകോട്ടും സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് കരുതി അത് ചെയ്തത് ഞാനാണെന്നുള്ള നിഗമനം ശരിയല്ല. ഒരുപക്ഷെ ഈ കേസിന്റെ ഗതിമാറ്റാൻ വേണ്ടി കൃത്യം നടന്ന സ്ഥലത്ത് ആർക്കെങ്കിലും കൊണ്ടുവന്നിടാം. ഈ കേസിന്റെ വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി സഹായകമായേക്കാവുന്ന 2 സാക്ഷികളെ കൂടെ ഹാജരാക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ഈ കേസിലെ തക്കതായ സാക്ഷികളെ വിസ്തരിക്കുന്നതിനായി കേസ് ഈ മാസം 18 നടക്കും. കോടതിയിലുള്ളത് കോടതിയിൽ വെച്ച്, അല്ലാതെ വഴിന്ന് പിടിച്ചുള്ള പോലീസുകളെയൊന്നും വേണ്ട. അടിച്ചെന്റെ എല്ലി ഓടിക്കും. കോപ്പിലെ വക്കീല് നീ ഉണ്ടാക്കി വിളമ്പേ കെട്ടുകഥ സൗകര്യം പോലെ വികസിപ്പിച്ച് പൈങ്കിളി പരമ്പരകളായി പത്രത്തിലും ടിവിയിലും വരും. അതിന് ഞാൻ സത്യം മാത്രമേ. സത്യം കണ്ടുപിടിക്കാൻ ഇന്നത്തെ ആളുതാമസം വേണം. പ്രാഥമിക അന്വേഷണത്തിൽ സാഹചര്യ തെളിവുകളും അയാളുടെ മൊഴിയും വെച്ചാൽ ഞാൻ ഋഷിയെ അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥ പ്രതി ഋഷിയല്ല, ഞാനുമല്ല. താൻ എനിക്ക് നേരെ നേരത്തെ തെളിവുകൾ, കെട്ടുകഥകൾ ഇപ്പൊ എല്ലാം ചേർന്ന് വായിച്ചു നോക്കുവക്കില്ലേ. നേരത്തെ തന്നെ എന്തൊരു കള്ളക്കളി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അന്ന് ഹണിമൂൺ ട്രിപ്പിലാണെന്ന് ഋഷികേശിനെ തിരിച്ചു വിളിക്കാനും നേരെ വന്ന ഉടനെ കൃഷ്ണവേണിയെ ചോദ്യം ചെയ്യാനും കാരണം ഒരാൾ തന്ന പരാതിയാണെന്നറിയോ? രഹസ്യമായി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് രാഖി എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് ആ കുട്ടി ആകെ പരിഭ്രമിച്ചിരുന്നു. ആ വരൂ. ഇരിക്കൂ. പറ. സാർ, ഞാൻ ആ മുഖവരെയൊന്നും വേണ്ട. സ്ട്രേറ്റ് ടു ദ ഫാക്ട്. യെസ്, കം ഓൺ. കേൾക്കാൻ ക്ഷമ വേണം. അതുകൊണ്ടാണ് ഞാൻ പണിപ്പെട്ട ഓഫീസിൽ വരാണ്ട് ഇവിടെ വരെ വന്നത്. നിങ്ങൾ ജില്ലാതല ഉദ്യോഗസ്ഥർ കാര്യം വരുമ്പോ ഒറ്റക്കെട്ടാണെന്നറിയാം. എങ്കിലും ഫാക്ട് ഇസ് ഫാക്ട്. നിങ്ങൾക്കറിയില്ല, ഋഷിയേട്ടനൊരു സൈക്കോപാത്താണ്. രോഗത്തിന്റെ പേരും നാളൊന്നും എനിക്കറിയില്ല. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പാവം കൃഷ്ണവേണിയെ കല്യാണം കഴിക്കുക, നിരന്തരമായി പീഡിപ്പിക്കുക, കൊല്ലാൻ ശ്രമിക്കുക. ഒടുവിലെല്ലാം മനസ്സിലാക്കി ഋഷിയേട്ടനെതിരെ സാക്ഷി പറയുന്നായപ്പോ ഹണിമൂണെന്നും പറഞ്ഞ് പോയിരിക്കുക. എന്തിനാന്നറിയോ? കൊല്ലാൻ. ഒന്നുകിൽ ഈ യാത്രയിൽ അവരെ കൊന്നിരിക്കും, അല്ലെങ്കിൽ ജീവച്ഛവാക്കും. എന്നിട്ട് വല്ല ആക്സിഡന്റ് നടന്നൊന്ന് വരുത്തി തീർക്കും. എന്തെങ്കിലും തെളിവുകൾ? തെളിവുകൾ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടും ബോധ്യപ്പെട്ടില്ല? അന്ന് ക്വാർട്ടേഴ്സിലെ ചോദ്യം ചെയ്യാൻ വന്ന ദിവസം ആ പാവം എല്ലാം തുറന്നു പറയുന്നു പേടിച്ച് കത്തിയെടുത്ത് കൊല്ലാൻ ചെന്നതായത്. അത് മനസ്സിലാക്കാൻ ഒരു IPSകാരനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല. ഞാനത് കണ്ടു ചെന്നപ്പോഴാ പുറത്തു വന്ന് നിങ്ങൾക്ക് നേരെ തട്ടിക്കയറിയത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കി അയാളെ ആ നിമിഷം അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അയാൾ എന്റെ ചേട്ടനാണ്, നോ, എന്റെ കസിനാണ്. എങ്കിലും ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നതാണ്. സുരക്ഷിതമാവുന്ന പ്രത്യാശയുണ്ട്. പക്ഷെ ഇതിലെല്ലാം നിങ്ങൾ എന്റെ പേര് വലിച്ചടിച്ച് എന്നെ നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെടുത്തും. നല്ല രീതിയിൽ വിവാഹം കഴിച്ചു പോണെന്ന് ആഗ്രഹമുണ്ട്. പത്രങ്ങളിൽ വാർത്ത വരുത്തി സ്വന്തം കസിനെതിരെ പരാതി കൊടുത്തവളെന്ന ചീത്ത പേര്
നിങ്ങൾ എനിക്ക് ഉണ്ടാക്കരുത്. നോ, ഒരുമാതിരി മുൻവിധിയോടെ സമീപിക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ നീ പറയുന്ന മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് കരുതിയോ? ഞാൻ അന്വേഷിക്കട്ടെ. രഹസ്യമായി സൂക്ഷിക്കേണ്ട പരാതി രഹസ്യമായി തന്നെ സൂക്ഷിക്കും. ആ എത്തിക്സ് എനിക്കുണ്ട്, മനസ്സിലായോ? സോറി സർ. ഐ ട്രസ്റ്റ് യു സർ. സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പറ്റുമെങ്കിൽ അവരെ പെട്ടെന്ന് നാട്ടിലെത്തിച്ചോളൂ. ഒരു ദുരന്തം ഒഴിവാക്കണം. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. രാഹി വളരെ സ്നേഹത്തിലായിരുന്നല്ലോ. മാത്രമല്ല ഋഷി ഒരിക്കലും കൃഷ്ണവേണിയോട് മുഖം കറപ്പിച്ചിട്ട് പോലുമില്ല. അതെ, പക്ഷെ ഇത്തരക്കാർക്ക് ആരെയും വിശ്വസിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. താൻ ഇന്ന് കോടതി ഹാജരാക്കി തെളിവുണ്ടല്ലോ, അതെന്നെ തന്നെയാണ്. അവൾ വന്നെന്ന് കളവ് പോയതാ. പിന്നെ ആ ഓവർകോട്ട് ആ കുട്ടിയെന്ന് ധൃതിയിൽ വാങ്ങുന്ന ഞാൻ കണ്ടതാ, ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച്. സത്യമാണോ ഈ പറയണത്? അതേടോ, താൻ എന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ പ്രതിയെ നമുക്ക് കണ്ടെത്താം. പിന്നെ ആ ഋഷി കോടതിയിൽ കുറ്റം ഏറ്റു പറയണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റു. സത്യത്തിൽ വിനോദ് സാർ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഋഷിയുടെ കുടുംബമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ടും ആ വീട്ടിൽ ഇത്രയും മന്ത്രനാടകങ്ങൾ അരങ്ങേറിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല സാർ. ഋഷി കൃഷ്ണവേണി വിവാഹം ചെയ്തതിൽ നിന്നുണ്ടായ പകയും വിദ്വേഷവും മൂത്ത് രാഖി കെട്ടിച്ചമച്ചിരുന്ന കഥകളായിരുന്നു ചിലതെല്ലാം. എന്നാൽ ഇതൊക്കെ വിനോദിന്റെ മേൽ കെട്ടിവെച്ച് സാഹചര്യത്തിലുകൾ വിനോദിനെതിരെ തിരിച്ചുവിടാമെന്ന് അവൾ കരുതി കാണും. അങ്ങനെയാണെങ്കിൽ ഈ കഥയറിയുന്ന മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ഗംഗയായിരിക്കാം, വേണിയായിരിക്കാം. ഇവരെ ചോദ്യം ചെയ്യുക എന്ന ദൗത്യമാണ് അടുത്തത്. ഈ ദൗത്യം ഞാൻ വിനോദിനെ ചെയ്യാം സാർ. നമ്മുടെ ഗംഗമോളെ ASPക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകണം പോലും. കൊണ്ടുപോയിക്കോട്ടെ, വേഗം എത്തിക്കോലോ. എന്തിന്? ഇല്ലാത്ത കുറ്റം ഏറ്റെടുത്ത ഒരാൾ ജയിലിലുണ്ടല്ലോ. ഇനി ഒരു കുറ്റവാളി കൂടി വേണമെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോട്ടെ. ആ പാവം മിണ്ടാപ്രാണിയെ കൊണ്ടുപോയി തട്ടിക്കളിക്കാൻ വിട്ടുതരില്ല. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ വിട്ടുതരില്ല. എന്നെ വിശ്വാസമില്ലേ വേണിക്ക്? ഞാനില്ലേ ഒപ്പം. 1 മണിക്കൂറിനകം ഞാൻ തിരിച്ചെത്തിക്കും. വേണ്ട, പകരം ഞാൻ വന്നോളാം. ഞാന് സാക്ഷിയല്ലേ, ഞാൻ വരാം. കൃഷ്ണവേണി വരേണ്ടി വരും. പക്ഷെ ഇപ്പോ ഗംഗയെ കൊണ്ടുപോയേ പറ്റൂ. പക്ഷെ മിണ്ടാൻ പറ്റാത്ത എന്റെ ഗംഗമോള് എന്റെ അധികാരം ഉപയോഗിച്ച് പിടിച്ചോണ്ട് പോകാനല്ലോ ഞാൻ വന്നത്. ചെല്ലേ, എല്ലാം നല്ലതിനാണെന്ന് സമാധാനിക്ക്. ആ കുട്ടിയെ വിളിച്ചോളൂ. കൃഷ്ണവേണിക്ക് എപ്പോഴും ഞാൻ ശത്രുപക്ഷത്താണ്. എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ വിഷമം തോന്നി. ഇനിയെങ്കിലും എന്നെ വിശ്വസിച്ചൂടെ? ഒന്ന് മനസ്സോറും സംസാരിച്ചൂടെ പ്ലീസ്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഗംഗ എല്ലാം പറഞ്ഞല്ലോ, ഇനി എന്താ? അതെ, പറഞ്ഞു. പക്ഷെ കോടതിയെ സംബന്ധിച്ച്, ഞങ്ങൾ പോലീസുകാരെ സംബന്ധിച്ചത് പോരല്ലോ. ഇതിൽ ഞാൻ കൂടെ കക്ഷിയാണ്. എന്നെ കരുവാക്കി എത്ര വിദഗ്ധമായിട്ട് ആ കുട്ടി അതെല്ലാം ചെയ്തു കൂട്ടിയത്. അതും പകപോക്കലിന് ഒരു സൂചന പോലും തരാതെ, നോർമലായ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ. ഒരുപക്ഷെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനായി. വേണിക്ക് അവളെ കൊല്ലേണ്ടി വരില്ലായിരുന്നു. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ആരും കൊല്ലാതെ ഒരാൾ മരിച്ചേക്കാം. ഇല്ലേ, സത്യം അറിയാൻ നിങ്ങൾക്ക് ക്ഷമയില്ലായിരുന്നു. എല്ലാം എന്റെ ഋഷിയേട്ടന്റെ മേലെ കെട്ടിവെച്ച് പിടിച്ചോണ്ട് പോയില്ലേ? പാവം, എന്നെ ഇനിയും പീഡനങ്ങൾക്ക് ഇട്ട് കൊടുക്കണ്ടെന്ന് കരുതി എല്ലാം ഏറ്റെടുത്തു. സത്യം
അതാർക്കും അറിയണ്ടല്ലോ. അല്ല വേണി, എനിക്കറിയേണ്ടത് സത്യം മാത്രമാണ്. തുറന്നു പറഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ കഴിയും. ഒപ്പം തെളിവുകൾ, സാക്ഷികൾ എല്ലാം വേണമെന്ന് മാത്രം. സാഹചര്യ തെളിവുകൾ ഋഷിക്കെതിരായിരുന്നല്ലോ. എല്ലാം ഏറ്റു പറഞ്ഞാൽ പിന്നെ എനിക്ക് അയാളോട് ഒരു വിരോധമില്ല. പറഞ്ഞോളൂ. എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്കെതിരെ ഓരോ തെളിവുകൾ അവശേഷിപ്പിച്ചിരുന്നു രാഖി. എല്ലാം അവൾ ഒരുക്കിയ കെണികളാണെന്ന് ഇപ്പോഴാ ബോധ്യമായത്. അന്ന് ചോദ്യം ചെയ്യാൻ വന്ന അന്ന് വിവാഹ പാർട്ടിയിൽ വെച്ച് എല്ലാം അവൾ തന്നെ തുടക്കം കുറിച്ചു. വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞൊന്ന് കണ്ടപ്പോൾ കാത്തിരുന്നു. അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഞങ്ങളെ താഴെ നിർത്തിയിട്ട് അവൾ പോയത് പോലീസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഓവർകോട്ട് വാങ്ങാനാ. നിങ്ങളെ കണ്ടപ്പോ പൂച്ചട്ടി തള്ളിയിട്ടതും എന്റെ സാരികൾ കത്തിച്ചതും ഒക്കെ രാഖി തന്നെയാ. പലപ്പോഴും സംശയം തോന്നിയിരുന്നു. പക്ഷെ തെളിവുകൾ അതല്ല എനിക്കറിയാം. പക്ഷെ ആ പകയെല്ലാം തീർക്കാൻ വേണ്ടി വേണി അവളെ കൊന്നാണെന്ന് ഞാൻ പറഞ്ഞ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമയ്ക്കണ്ട. പക തോന്നാൻ അവളായിരുന്നു ഇതെല്ലാം ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മാവൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട ഗംഗയും കൊണ്ടിവിടെ വന്നത്. പക്ഷെ അവള് തൊട്ടു പിന്നിലെത്തി ഈ വീട്ടിൽ കടന്നുകൂടിയിരുന്നു. രാത്രി ഋഷിയുടെ ഹോസ്റ്റലിൽ കയറുമെന്ന് ഫോണിൽ സംസാരിച്ചത് കേട്ടിട്ടോ എന്നെ കൊല്ലാൻ നല്ല അവസരം ഇതാണെന്ന് മനസ്സിലാക്കിട്ടോ എന്താണെന്നറിയില്ല. ഫോൺ വെച്ച് തിരിഞ്ഞപ്പോ എനിക്ക് സ്വന്തമായിരുന്നതെല്ലാം തട്ടിയെടുത്തിട്ട് ഒറ്റയ്ക്ക് സുഖമായി ജീവിക്കാന്ന് കരുതിയോ? ഇല്ല, സമ്മതിക്കില്ല. നിന്നെ കൊല്ലും ഞാൻ. രാഖി എന്താ ഇവിടെ? സത്യത്തിൽ ഞാനാ തെറ്റുകാരി. മരിക്കാൻ ആഗ്രഹിച്ചതാ ഞാൻ. അതിന് പലവട്ടം ശ്രമിച്ചതുവാ. പക്ഷെ ഇപ്പൊ ഒരു ജീവനും കൂടി എന്നിൽ. ജീവിതത്തിൽ എന്നെ പിടിച്ചു കിട്ടിയത് എനിക്ക് പറക്കാൻ പോന്ന കുഞ്ഞാ. അതുകൊണ്ടാ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതുകൊണ്ടാ ഋഷിയേട്ടനല്ല ഏറ്റെടുത്തത്. പിന്നെ കുറ്റബോധം. രാഖിയെ കൊലക്ക് കൊടുത്തത് താൻ തന്നെയാണെന്ന് ഋഷിയേട്ടൻ പറഞ്ഞുകൊണ്ടേയിരിക്കായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വേണി, അറസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. നിരപരാധിത്വം ഞാൻ മനസ്സിലാക്കാം, കോടതിയിൽ അങ്ങനെ ബോധിപ്പിക്കാം. പക്ഷേ തീരുമാനിക്കേണ്ട കോടതിയല്ല. ഐ എം സോറി. താനിത് എന്ത് ഭാവിച്ച എന്നെ ജയിലിൽ നിറക്കി ഇനി അവളെ ജയിലിൽ അടയ്ക്കാനാണോ? ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാവുന്ന അനുഭവിച്ചു കഴിഞ്ഞു. പോരാത്തന് താനിപ്പോ. അതല്ല ഋഷി, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. താൻ വാ. വരൂ. നേരിട്ടോ പരോക്ഷമായി എന്തെങ്കിലും ബന്ധമുള്ളതായി കോടതിയിൽ ബോധിപ്പിക്കുന്നു.
രാഖി എന്ന യുവതി കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യ തെളിവുകൾ കൊണ്ട് പ്രതി കൃഷ്ണവേണി സെക്ഷൻ 320 പ്രകാരം രാഖിയെ കൊലപ്പെടുത്തിയതാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ കൊലപാതകം നടന്ന ഘട്ടത്തിൽ പ്രതി കൃഷ്ണവേണി മാനസികാരോഗ്യ തകർച്ചയിൽ ചികിത്സയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടിരുന്ന ആളായതുകൊണ്ടും പ്രതിയുടെ മുൻകാല ജീവിതത്തിലുണ്ടായ ദുരന്തവും കൊല്ലപ്പെട്ട രാഖി പ്രതിയുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ച മാനസിക പീഡനവും പ്രതിയെ ഇങ്ങനൊരു പാതകത്തിന് പ്രേരിപ്പിച്ചെന്നും ഈ കോടതി കരുതുന്നു. ആയതുകൊണ്ട് പ്രതി ഈ പാതകം ചെയ്തത് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് ചിന്തിക്കാതെ സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് പ്രതിയെ IPC സെക്ഷൻ 84 വകുപ്പ് പ്രകാരം ശിക്ഷ വിമുക്തയാക്കിക്കൊണ്ട് ഈ കോടതി വിധി കൽപ്പിക്കുന്നു.